നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കിക്കൊണ്ട് ഒരു തിരുവെഴുത്ത് ആമുഖമായി വായിച്ചുകൊണ്ട് ആരംഭിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ ഉച്ചഭാഷിണിയിലൂടെ തെറ്റിക്കാതെ വായിക്കണം. നിരന്തരം ചില വാക്യങ്ങൾ വായിക്കേണ്ടതുണ്ട്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശബ്ദമായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായ്ക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ജയം പ്രാപിച്ച തിരുസന്നിധിയിൽ അയോഗ്യരായ ഞങ്ങൾ അടുത്തു വരുന്നു. ഈ തിരുവചന ശബ്ദം കേൾക്കുന്ന ഓരോ അങ്ങയുടെ മക്കളുടെ ഹൃദയത്തോടും അങ്ങ് സവിശേഷമായി ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഇന്ന് രാത്രി വലിയ ദൈവപ്രവൃത്തി നടക്കേണ്ടതിന് ഞങ്ങൾ നിൻ്റെ പാദപീഠത്തിൽ അഭയപ്പെടുന്നു. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അവിടുത്തെ ആലോചന തന്ന് ഞങ്ങളെ നടത്തണം. ദൃഷ്ടി വെച്ച് ഞങ്ങളുടെ മീതെ ആലോചന പകരുന്ന തമ്പുരാൻ്റെ ശബ്ദത്തിന് കീഴിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു. നാഥ, തിരുവചനം ഞങ്ങൾക്ക് രോഗശാന്തിയാകണമേ. തിരുവചനം ഞങ്ങൾക്ക് അത്ഭുതമാകണമേ. തിരുവചനം മറഞ്ഞിരിക്കുന്ന മർമ്മിക സത്യങ്ങളുടെ പൊരുളുകൾ കണ്ടെത്തുന്ന വലിയ അനുഭവമാക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വളരെ സുപ്രധാനമായ ഈ ഉള്ളടക്കത്തിലേക്ക്, ഈ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലൊക്കെ നമ്മൾ ദൈവവചനം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷം സംബന്ധിച്ചുള്ള പൊതുജനങ്ങളുടെ അറിവും അവർക്ക് ഇത് സംബന്ധിച്ചുള്ള ധാരണയും പുനഃവിശകലനം ചെയ്യേണ്ട ഒരാവശ്യകത ഇല്ല. ഈ യോഗം ഇവിടെ വന്നിരുന്ന് കേൾക്കുന്ന ആളുകളെ മാത്രം ഉദ്ദേശിച്ചല്ല. ശബ്ദപരിധിക്കുള്ളിൽ ആരൊക്കെ കേൾക്കുമോ അവർക്കൊക്കെ അനുഗ്രഹമുണ്ടാകണം. കാരണം തിരുവെഴുത്തിനു മാത്രം മറ്റ് ഒരു ആത്മീകതയ്ക്കും പറയാനാവാത്ത ഒരു വിശാല തലമുണ്ട്. ജോലി തിരക്കുകൾക്ക് നടുവിൽ ധൃതി പിടിച്ചു വന്ന നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് വേഗത നിമിത്തം വിജയപ്രദമായി ഒന്ന് കുളിക്കാൻ കഴിയാതാവും ഓടിയെത്തിയത്. ചിലരത് പോലും ചെയ്ത് കാണില്ല, പെട്ടെന്ന് ഓടി വന്നു. ഞാൻ പരിഹസിച്ചല്ല, തിരക്ക് കൊണ്ട് പറഞ്ഞതാണ്. വഴിയോരത്തിരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ഒരാൾ ഒരു പക്ഷേ അവിചാരിതമായി കേൾക്കൊണ്ട് ശരീരശുദ്ധിയൊന്നും വരുത്താതാകും ഇത് കേൾക്കുക. ഞാനൊരു കാര്യം പറയാം. കുളിച്ചു സുമുഖനായി പൗഡറിട്ട് സ്പ്രേ അടിച്ചു വന്ന ആളും സാന്ദർഭികമായി ഇന്ന് കുളിക്കാനാവാതെ ഇവിടെ വന്ന ആളും തമ്മിൽ വേദപുസ്തകം വേറെ വിവേചനമൊന്നും കൽപ്പിക്കുന്നില്ല. കാരണം ഈ പുസ്തകത്തിൻ്റെ വിശുദ്ധി ശരീരത്തിൻ്റെ ഭൗതിക തലങ്ങളിലെ വിശുദ്ധിയല്ല, ഹൃദയശുദ്ധിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പുസ്തകത്തോടും ഇതിൻ്റെ ഉള്ളടക്കമായ യേശുക്രിസ്തുവിനോടും സമീപിക്കാൻ ഏതൊരാൾക്കും സാധിക്കും. സമൂഹം ഭ്രഷ്ടി കൽപ്പിച്ച കുഷ്ഠരോഗിക്കും വരാം, അവനെ തൊട്ടു സുഖപ്പെട്ടു മടങ്ങിപ്പോകാം. സമൂഹം തീരെ അവഗണിച്ച ഏതൊരാൾക്കും വരാം, രക്തസ്രവക്കാരി സ്ത്രീക്കും വരാം, കൊച്ചുകുട്ടിക്കും വരാം, പ്രായപൂർത്തിയായവർക്കും വരാം, സമൂഹത്തിൻ്റെ ഏതളവിലും ഏത് നിലയിലും പെട്ടവർക്ക് വരാം. സ്ത്രീയോ പുരുഷനോ വ്യത്യാസമില്ലാതെ ഏത് ഘട്ടത്തിലും ഏത് സമയത്തും വരാം. ട്രാൻസ്ജെൻഡേഴ്സിന് വരാം. ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഭൗതിക മണ്ഡലങ്ങളിൽ ഒരു വിജയവും കൈവരിക്കാത്തവർക്ക് വരാം.
ചുരുക്കി പറഞ്ഞാൽ ഏത് സമയത്തും എക്കാലഘട്ടത്തിലും ഏതു നിലയിലുമുള്ള ഏത് മനുഷ്യരോടും ഇടപഴകാൻ കഴിയും വിധം വിശാല ഹൃദയത്തിൻ്റെ ഉടമയായ ഉലകത്തിൻ്റെ സിറ്റാവാം ദൈവത്തെക്കുറിച്ചുള്ള സുശക്തമായ ചിന്താഗതിയാണ് സുവിശേഷം. അതുകൊണ്ട് സുവിശേഷത്തിന് ബന്ധനമില്ല. സുവിശേഷം എവരെയും സ്നേഹിക്കുന്നു. സുവിശേഷത്തിന് മതപരമായ വിവേചനമില്ല. സുവിശേഷത്തിന് ലിംഗപരമായ വിവേചനമില്ല. ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോടോ ഒരു നിറത്തോടോ ഒരു കൊടിക്കൂറയോടോ ആ കൊടിക്കൂറയിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിഹ്നത്തോടോ ഒരു പ്രത്യേക ശബ്ദത്തോടോ ഒരു മുദ്രാവാക്യത്തോടോ ഒരു മണ്ണിനോടോ വിശേഷിച്ചെന്തെങ്കിലും വിധേയത്വമോ വിരോധമോ പ്രത്യേക താല്പര്യമോ എതിർപ്പോ ഇല്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാ ജനഹൃദയങ്ങളിലും വാഴുവാൻ ആഗ്രഹിക്കുന്ന ആത്യന്തികനായ ദൈവത്തിൻ്റെ വചനമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അതുകൊണ്ട് സുവിശേഷം കേൾക്കാനും ഗ്രഹിക്കാനുമുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം പ്രസംഗകൻ്റെയോ സംഘാടകൻ്റെയോ ഔദാര്യമല്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് സകല മനുഷ്യരാശിക്കും ഒരുപോലെ രക്ഷയ്ക്ക് ഹേതുവാകുന്ന ഈ സുവിശേഷവും അതിൻ്റെ സാരാംശവുമാകുന്ന യേശുക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആമുഖമായി പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് പിന്മാറ്റക്കാരനെ തങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. പോകുന്ന ഇടങ്ങളിലൊക്കെ തോൽവി വിടഞ്ഞവനെ, ഒരളവിലും വിജയിക്കാനാവാത്തവനെ, ആകുലചിത്തനെ, സംശയഹൃദയജ്ഞനെ, ഏതു വിധത്തിലും തകർന്നവനെ ഉദ്ധരിക്കാൻ കഴിയുന്ന ഈ മഹാസത്യം ഞങ്ങളെന്ന് പറയുമ്പോൾ അകത്തും പുറത്തും ഇരുന്ന് ഈ വചനം കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിന് അത് അനുഗ്രഹവും വിടുതലുമായി ഭവിക്കട്ടെ. അനേക കുടുംബങ്ങളിൽ വാഴുന്ന ഇരുട്ടിന്റെ ആത്മാക്കൾ അകന്നോടിക്കൊണ്ട് യേശുവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചം ആ കുടുംബങ്ങളിൽ വസിക്കട്ടെ. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് അരുളിയ യേശുവിനെ നമുക്ക് ഒരുമിച്ച് ഉയർത്തിക്കൊണ്ട് ലോകത്തോട് ഒരിക്കൽ കൂടി വിളിച്ചു പറയാം, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവത്താൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ നാമം സുവിശേഷം കൽപ്പിത കഥകളുടെയോ കെട്ടുകഥകളുടെയോ ഐതിഹ്യങ്ങളുടെയോ പിൻബലത്തിലല്ല പിടിച്ചു നിൽക്കുന്നത്. അതുകൂടി പറഞ്ഞാൽ ഞങ്ങളെ അടുത്തറിയാത്ത ഒരു സമൂഹം ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തറിഞ്ഞവർ ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവരോടും ബോധ്യപ്പെടുത്താം ഒരു കാര്യം. മുമ്പ് പറഞ്ഞത് തന്നെ, ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലം ഞങ്ങൾക്ക് പരിശുദ്ധമല്ല. ഭൂമിയിൽ ഏതെങ്കിലും ഒരു കൊടിക്കൂറ ഞങ്ങൾക്ക് ആവേശമല്ല. ഭൂമിയിൽ ഏതെങ്കിലും ഒരിടം ഞങ്ങൾക്ക് തീർത്ഥാടന കേന്ദ്രമല്ല. ഭൂമി അതിൽ തന്നെ മോശമോ നല്ലതോ ആയി ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഇത് മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടി. ദൈവസൃഷ്ടിയായ ഈ ഭൂമിയിൽ, ഈ വിശാല പ്രപഞ്ചത്തിൽ ഭൂമി ഒരു കടുകുമണി മാത്രമാണ്. അതിൻ്റെ മഹാഭൂരിപക്ഷം ഇടങ്ങളിലും സമുദ്രമാണ്. അവശേഷിക്കുന്ന ഇടം നല്ലൊരു ഭാഗം മരുഭൂമിയാണ്. വാസയോഗ്യമായ ഈ പരിമിത സ്ഥലത്ത് 1,800 കോടി മനുഷ്യർ അധിവസിക്കാനും മൃഗങ്ങൾക്കും ഇതര ജീവജാലങ്ങൾക്കും ഒരുപോലെ പരിഗണന കൊടുത്തുകൊണ്ട് സസ്യലതാദികൾക്കും വൃക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ഒഴുകുന്ന നീരൊഴുക്കിനും മലകൾക്കും ഈ ചരാചരങ്ങൾക്കൊക്കെ കാരണഭൂതനായ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് സകലത്തിൻ്റെ ഒരു സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു മാർഗമാണ് സുവിശേഷത്തിൻ്റെ മാർഗം. സുവിശേഷമോ യേശുക്രിസ്തുവോ ഏതെങ്കിലും ഒരു ഗ്രാമം കൊണ്ടോ ഒരു സ്ഥലം കൊണ്ടോ ഒരു മേഖല കൊണ്ടോ ഒതുങ്ങുന്നില്ല. ഇത് സാർവജനീനമായ സാർവത്രികമായിട്ടുള്ള സന്ദേശമാണ്. എക്കാലഘട്ടത്തിലുമുള്ള മനുഷ്യരാശിയുടെ സന്ദേശമാണ്. ഞാൻ ഒരു സംവാദവേദിയിൽ ഒരു മാന്യ സുഹൃത്തിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സുഹൃത്തേ, കലഹങ്ങൾ, കലാപങ്ങൾ, മണ്ണിനും പെണ്ണിനും വേണ്ടിയുള്ള തർക്കങ്ങൾ, ഭൂമി പിടിച്ചെടുക്കാനുള്ള മനുഷ്യൻ്റെ നിഗൂഢ പദ്ധതികൾ, ഇതൊക്കെ കൊണ്ട് മലീമസമായ ഒരു ലോകചരിത്രമല്ലേ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്? രാജാക്കന്മാർ നികുതി പിരിച്ചത്, രാജാക്കന്മാർ സുഖലോലുപരായി സഞ്ചരിച്ചത്, സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചത്, മനുഷ്യനെ പീഡിപ്പിച്ചത്, ഒരു രാജാവിനെ പിടിച്ചു തടവറയിലിട്ടത് ഇത്യാദി കഥകൾ കൊണ്ട് കെട്ടിച്ചമച്ച ഒട്ടേറെ വീരസാഹസിക കൃത്യങ്ങളുടെ ആ വിശദീകരണങ്ങൾ കൊണ്ട് ലോകത്തിലെ മതങ്ങളും ചിന്തകളുമൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ ചിലക്കെങ്കിലും തോന്നിയില്ലേ, മതത്തെ നവീകരിക്കണം, മതത്തിലുണ്ട് എവിടെയോ പരിമിതികൾ, മതത്തിൽ അതിൻ്റെ ആചാരത്തിൽ അതിൻ്റെ അനുഷ്ഠാനത്തിൽ എവിടേക്കോ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മതം ആഭ്യന്തരമായി കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ മതം, അതിൻ്റെ വിശ്വാസികൾ, അതിൻ്റെ ആധികാരിക ശബ്ദം ഉയർത്തുന്ന വ്യാഖ്യാതാക്കൾ, അതിൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ
ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദാർശനികർ തമ്മിലടിക്കുന്ന ചർച്ചകൾ കൊണ്ട് ഇനിതാ മാധ്യമ ലോകമാകപ്പാടെ മലീമസമാകുന്ന ചർച്ചയിലേക്ക് കടന്നു പോകുന്ന കാലത്ത് ഞങ്ങൾക്ക് വേറിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് ആ വേറിട്ട് പറയുന്ന കാര്യം? ഒരു മറ്റൊരു വിശ്വാസത്തിന്റെ ആഭ്യന്തര ചിന്തകളിലേക്കോ അവരുടെ വിശ്വാസ സംഹിതകളുടെ ശരിതെറ്റുകളിലേക്കല്ല എൻ്റെ യാത്ര, എൻ്റെ വിശകലനം, അല്ലെങ്കിൽ ഞങ്ങളുടെ നിരീക്ഷണം. ഒരു കാര്യം പറയാം, 2000 ആണ്ടുകളുടെ പഴക്കമുള്ള ഒരു അതിവിശുദ്ധ കൃതിയുമായിട്ടാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഈ പുസ്തകം ലോകചരിത്രത്തിൽ തന്നെ പഴക്കമുള്ളൊരു കൃതിയാണ്. 2000 ആണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ആ 2000 ആണ്ടുകൾക്ക് പിന്നിൽ നിന്ന് ഒരു 1600 കൊല്ലങ്ങളുടെ പഴക്കം പിന്നെയുമുണ്ട്. 1600 കൊല്ലങ്ങൾ കൊണ്ട് 40ഓളം എഴുത്തുകാർ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് 3-ൽ പരം ഭാഷകളിൽ വ്യത്യസ്തമായ നിലവാരത്തിൽ പരസ്പരം കണ്ടിട്ടില്ലാതെ എഴുതി യോജിപ്പിച്ച കാര്യങ്ങൾ ഇതാ ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നീണ്ടുകിടക്കുന്ന ഒരു ചങ്ങല കണ്ണി പോലെ കൃത്യമായി കിടക്കുന്ന ഒരു ആത്യന്തിക സത്യവും അതിൻ്റെ സത്തയുമാണ് ഈ പുസ്തകത്തിലെ ഉള്ളടക്കമെങ്കിൽ ഞങ്ങളൊരു കാര്യം വിളിച്ചു പറയാം. 2000 ആണ്ടുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു കാര്യം പരിഷ്കരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല. ഇതിലേതെങ്കിലും ഒരു കാര്യം എടുത്തു മാറ്റണമെന്ന് തോന്നിയില്ല. ഇതിൽ പറഞ്ഞൊരു പരാമർശം നീക്കം ചെയ്യണമെന്ന് തോന്നിയില്ല. ഇതിൽ പറയുന്ന രാജാരം മാറ്റിമറിക്കണമെന്ന് തോന്നിയില്ല. ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ മോശമായി എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. സ്വരം താഴ്ത്തി വഹിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് തോന്നാത്ത വിധം പരിശുദ്ധമായ ഈ മാർഗത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറയാം. കാലത്തെ അതിജീവിക്കുന്ന അതുല്യ കൃതിയാണ് ബൈബിൾ. അതിന്റെ കാരണഭൂതൻ ദൈവമാണ്. ഇതിലെ വാക്കുകൾക്ക് പത്തരമാറ്റിന്റെ പവിത്രതയാണ്. കോഹിനൂർ രത്നങ്ങളെക്കാൾ വിലമതിക്കുന്ന, പത്മരാഗ കല്ലുകളെക്കാൾ വിലമതിക്കുന്ന, സുഗന്ധി രത്നങ്ങളെക്കാൾ വിലമതിക്കുന്ന 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അതിശ്രേഷ്ഠമായ ദൈവത്തിന്റെ വചനം, അതിൽ ഉയർന്നു നിൽക്കുന്ന ധന്യനായ യേശുക്രിസ്തുവിനെയും അവിടുത്തെ പരിശുദ്ധ ശക്തിയെയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മറ്റൊരു വല്യം രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ആ യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവായി ഉയർത്തിക്കാട്ടുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു സന്തോഷം. കാരണം മറ്റൊന്നല്ല, ആ യേശുവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരുമായി വസിക്കുന്നത്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കേണ്ടവൻ, നമ്മോടുകൂടെ ഇരിക്കാൻ പിതാവിനാൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ കാര്യസ്ഥൻ, അവനാൽ അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് നിയോഗിച്ചവൻ, കാലവിളംബമന്യേ തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ മേഘവാഹനത്തിൽ പ്രത്യക്ഷനാകാൻ പോകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അതുല്യ സുവിശേഷം കേൾക്കാൻ, അനുസരിക്കാൻ, അനുഗമിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനത്തിലെ വിശേഷപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ഈ വാക്യം. ബൈബിളിനെ കുറിച്ചുള്ള ഒരു സവിസ്തരമായ ചിന്ത ഞാൻ പ്രഥമ രാത്രിയിലാണെങ്കിൽ പറയാറുണ്ട്. രണ്ടാമത് രാത്രിയിലേക്കൊക്കെ വരുമ്പോഴാണ് ഉപദേശ പ്രാധാന്യമുള്ള വിഷയങ്ങളും യേശുവിൻ്റെ പുനരാഗമന ചിന്തകളും ചർച്ചയാക്കുന്നത്. എന്നാൽ ഇന്ന് നേരെ ഞാനിതിലേക്ക് കിടക്കുമെങ്കിലും ഒരു വസ്തുത പറയാം. 66 പുസ്തകങ്ങളുടെ സമുച്ചയമായ വിശുദ്ധ ബൈബിൾ 2 ഭാഗങ്ങളാണ്. അതിൻ്റെ പൂർവ്വഭാഗം പഴയ നിയമം എന്ന് നമ്മൾ വിളിക്കും. യഹൂദൻ അതിനെ വിളിക്കുന്നൊരു പേരുണ്ട്, തനാക്ക്. എങ്ങനെയാ പഴയ നിയമത്തെ യഹൂദൻ വിളിക്കുക? തനാക്ക്. തനാക്ക് എന്നതൊരു ചുരുക്കെഴുത്താണ്. നമ്മൾ HDFC എന്നോ HMG എന്നോ ഒക്കെ പറയുന്നത് പോലെ ഒരു ചുരുക്കെഴുത്ത്. തനാക്ക്, തോറ, നബിയും കെത്തുബിയും, ഈ വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾ. തോറ അതിൽ നിന്ന് ത, നബീം അതിൽ നിന്ന് ന, കെത്തുബീം അതിൽ നിന്ന് ക. അങ്ങനെ തനാക്ക്. തോറ അർത്ഥം ന്യായപ്രമാണം, നബീം അർത്ഥം പ്രവാചകന്മാർ, കെത്തുബീം അർത്ഥം സങ്കീർത്തന കൃതികളടക്കമുള്ള ഇതര പുസ്തകങ്ങൾ. യേശു വിഭജിച്ചതും അങ്ങനെയാ പഴയ നിയമത്തെ. തനാക്ക്, തോറ, നബീം, കെത്തുബീം. ആ തോറയും നബീമും കെത്തുബീമും പഠിച്ച യഹൂദ റബിമാർ യേശുവിനെ സ്വീകരിച്ചില്ല. അവരുടെ മുഖത്തു നോക്കി യേശു പറഞ്ഞു, തനാക്കിൽ, തോറയിൽ, ന്യായപ്രമാണത്തിൽ, കെത്തുബീമിൽ, ചുരുക്കത്തിൽ പഴയ നിയമം മൊത്തം വിവക്ഷിക്കുന്ന ആൾ ഈ താൻ തന്നെയാണ്. എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തീർന്നില്ല. തന്നെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്.
അത് പറയാൻ ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് വരം കൊടുക്കും. അവർ പറഞ്ഞാലും തീരില്ല. അവരുടെ ശിഷ്യന്മാരുടെ ഒരു പരമ്പര സൃഷ്ടിക്കപ്പെടും. അത് യേശു പറയുമ്പോൾ ശിഷ്യന്മാരെന്നൊക്കെ പ്രയോഗം നടത്തുമ്പോൾ യേശുവിന് ബോർഡ് വെച്ചൊരു കലാലയമില്ല. നമ്മളൊക്കെ എഴുതി വെക്കും പോലെ ആത്മമാരിന്നോ IPC എന്നോ ചർച്ചക്കോടെന്നോ അല്ലെങ്കിൽ ഷാരോണെന്നോ ഒന്നും എഴുതാനുള്ള ഒരു ബോർഡ് യേശുവിനില്ല. കലാലയത്തിൽ വന്നുകൂടിയിരിക്കാൻ നമുക്ക് ബെഞ്ചും കസേരയൊന്നുമില്ല. മണിയടിക്കാൻ പ്യൂണൊന്നുമില്ല. അവിടെ ഭക്ഷണം വിളമ്പാൻ ആളില്ല, ഭക്ഷണവും ഇല്ല. യേശുവിൻ്റെ ക്ലാസ് ആരംഭിച്ചതൊക്കെ കടലിൻ്റെ തീരത്തും മരത്തണലിലും മലയോരത്തും മലഞ്ചെരുവിലുമൊക്കെയാണ്. അത്തരമൊരു ക്ലാസ് നമ്മൾ നടത്തിയാൽ കാണുന്നവൻ അപ്പോഴേ പറയും ഉടനെ പൂട്ടിക്കെട്ടും. നമ്മൾ ബോർഡ് വെച്ച് തുടങ്ങിയാൽ പറയും പൂട്ടിക്കെട്ടും. ഇപ്പം ചിലർ ആകാംക്ഷ തന്നെ നമ്മളെന്ന് പൂട്ടിക്കെട്ടുമെന്ന് അറിയാനാണ്. ഇതിപ്പോൾ തീർന്നു പോകും. എങ്ങനെ അത് തീരുമെന്ന് പ്രചരിപ്പിക്കാനാണ് നമുക്കിഷ്ടം. അതൊരു ആവേശമാണ്. അപ്പോൾ ബോർഡില്ലാത്ത, ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ലാത്ത, സ്പോൺസർഷിപ്പ് ഇല്ലാത്ത, ആവശ്യത്തിലധികം എതിരുള്ള റോമാ ഭരണകൂടവും അതുപോലെ തന്നെ ശക്തന്മാരായ ജൂത പ്രമാണിമാരും ഒരുപോലെ എതിർക്കുന്ന ഈ മാർഗം യേശുവിൻ്റെ മരണത്തോടെ തകർന്നടിയുമെന്ന് അവർ പ്രതീക്ഷിച്ചേ. അത് ശാസ്ത്രീയമായിരുന്നു ആ നിരീക്ഷണം. നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ പാർട്ടികളുണ്ടല്ലോ, ഒരു MLA, അര MLA, ഒരു MLA ഇല്ലാത്ത കഷ്ടിച്ച പാർട്ടികൾ. അങ്ങനെയുള്ളവരുണ്ട്. തല്ലല്ലേ, ആ നേതാവ് തീരുന്നതോടെ അത് തീരും. അതാ കണ്ടുവരുന്നത്. അതാ സത്യം. പൊളിഞ്ഞു പോകും. മുഖ്യധാരയിലൊരു 3-4 രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഉള്ളതൊക്കെ പൊളിഞ്ഞു പോകും. അത് പറയാൻ പ്രത്യേകിച്ച് പ്രവചനമൊന്നും ആവശ്യമില്ല. പത്രം വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇത് പൊളിഞ്ഞു പോകും. ഞാൻ നിങ്ങളെ ചെറുതായി കണ്ടതല്ല. ഞങ്ങളുടെ യേശുവിൻ്റെ മാർഗം ഇതിലും പരിമിതമായിരുന്നു പണ്ട്. അത് കണ്ടിട്ട് ഇന്ന് എന്നെപ്പോലെ ഒരാൾ നിരീക്ഷിച്ചു, ആളുകൾ നിരീക്ഷിച്ചു, ഇത് പൊളിഞ്ഞു പോകും. പക്ഷെ സംഭവിച്ചതല്ല. യേശു ക്ലാസ് എടുത്തിട്ട് കിട്ടിയത് 12 പേരെയാ. വെറും 12 പേരെ. അതുമൊരു വഴിക്കുളയിൽ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ട യോഗ്യതകളൊക്കെ അവർക്കുണ്ടോ? ഇല്ല. അടിസ്ഥാന വിദ്യാഭ്യാസമൊന്നും കാര്യമായില്ലാത്ത പാവപ്പെട്ട 12 പേരും വഴിയോരത്ത് നിന്ന് ക്ലാസ് പഠിപ്പിക്കുന്ന യേശുവും ജനങ്ങൾക്ക് മുമ്പ് ചോദ്യചിഹ്നമായപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. യേശു ഒരക്ഷരം എഴുതിയില്ല, വായിച്ചിട്ടുണ്ട്. അവൻ പതിവ് പോലെ ന്യായപ്രമാണ ചുരുൾ വിടർത്തി വായിച്ചു പള്ളിയിൽ. ആകപ്പാടെ എഴുതിയത് നിലത്താണ്. അവൻ കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. യേശു ഒരു പാട്ടും എഴുതിയില്ല. യേശു കുനിഞ്ഞ് നിലത്തൊരു പുസ്തകം എഴുതല്ല. എന്തെഴുതിയെന്നൊന്നും നമുക്കറിയില്ല. കാര്യമായൊന്നും എഴുതിയില്ല. പക്ഷെ അരുമനാഥ, ലോകത്തേറ്റമതി എഴുത്തുണ്ടായത് നിന്നെക്കുറിച്ചാ. ലോകത്തേറ്റമധികം പാടിയത് നിന്നെക്കുറിച്ചാ. ഇതാ പാടുന്ന കുഞ്ഞുങ്ങൾ അവരോട് ചോദിച്ച്, പാടിയിട്ട് മതി വരുന്നില്ല. കേൾക്കുന്ന നിങ്ങൾ പറയും, കേട്ടിട്ട് മതി വരുന്നില്ല. എഴുതിയിട്ട് മതി വരുന്നില്ല. പ്രസംഗിച്ചിട്ട് മതി വരുന്നില്ല. ആരാധിച്ചിട്ട് മതി വരുന്നില്ല. അങ്ങക്ക് മഹത്വം കരുതേറ്റി മതി വരുന്നില്ല. ഇനിയും തീരാത്ത വിധം നിന്നെക്കുറിച്ചുള്ള ചിന്തകളുടെ സമൃദ്ധി ഞങ്ങളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുക. അങ്ങ് ആരംഭിച്ച ആ മാർഗമല്ലേ കാലത്തെ അതിജീവിച്ച് 2000 ആണ്ടുകളുടെ കുത്തൊടുക്കിഞ്ഞു കഴിഞ്ഞു. നാം ഇതാ 2018 നിൽക്കുമ്പോൾ ഇന്നും അണയാത്ത ദീപമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷമെങ്കിൽ ഞങ്ങളുടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്ക്. ഈ പുസ്തകം ജീവന്റെ വചനമാ. ആ വചനം ചൈതന്യവത്തായ ദൈവത്തിന്റെ ആത്യന്തിക സന്ദേശമാ. അപ്പോൾ അതിനൊരു ആ പുസ്തകങ്ങളുടെ സമാപ്തി കുറിക്കുന്ന കൃതിയാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പെടുത്തുക, മറഞ്ഞിരുന്ന ഒരു വസ്തുവിനെ പൊതുജന സമക്ഷം വിശദീകരിക്കുക. വ്യക്തതയില്ലാത്തൊരു വസ്തുവിനെ സീക്രട്ടായി രഹസ്യമായി സൂക്ഷിച്ച ഒരു വസ്തുവിനെ പൊതുജന താല്പര്യാർത്ഥം അനാച്ഛാദനം ചെയ്യുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നർത്ഥം വരുന്ന അപ്പോകലിപ്സിസ് എന്ന ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ് വെളിപ്പാട് എന്ന മലയാള പദം പരിഭാഷയായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വെളിപ്പെടുത്തുക. എന്താ വെളിപ്പെടുത്തുന്നതിൽ എഴുതിയിട്ടുണ്ട്? മരിച്ചടക്കപ്പെട്ട് പിതാവിൻ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു, ആ യേശുക്രിസ്തു താമസം വിന ഉലകത്തിലേക്ക് വരാൻ പോകുന്നു. അവിടുന്ന് വന്ന് ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ പോകുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ ചേർക്കാൻ പോകുന്നു.
അതിനു മുന്നോടിയായി പ്രപഞ്ചം ഇതുവരെ കാണാത്ത പ്രശ്ന കലുഷിതമായൊരു കാലാവസ്ഥയിലൂടെ കടന്നു പോകാൻ പോകുന്നു. ലോകം ഇന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും കിരാതവും ഭീകരവുമായ ജീവിത പശ്ചാത്തലത്തിലൂടെ മനുഷ്യരാശി കടന്നു പോകാൻ പോകുന്നു. മറ്റൊരു അളവിൽ പറഞ്ഞാൽ മനുഷ്യ നിഗമനങ്ങൾക്കും ചിന്തകൾക്കും നിയന്ത്രിക്കാനാവാത്ത വിധം രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറിമറിയാൻ പോകുന്നു. പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. പകർച്ചവ്യാധികൾ കൊണ്ട് വീർപ്പുമുട്ടി ഇതുവരെ കാണാത്ത പുതുതരം രോഗങ്ങൾ ജനിക്കാൻ പോകുന്നു. രോഗികൾ അവരുടെ ചികിത്സാർത്ഥം സമീപിക്കുന്ന ഭിഷഗ്വരന്മാർക്കും ആതുരാലയങ്ങൾക്കും ഉൾക്കൊള്ളാനാവാത്ത വിധം എണ്ണം വർദ്ധിക്കാൻ പോകുന്നു. ലോകം പരസ്പരം അണ്വായുധങ്ങൾ കൊണ്ട് രാസായുധങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടി സ്വയം ചുരുങ്ങാൻ പോകുന്നു. ഭൂമിയിലെ മലകളും അതിൻ്റെ അടിസ്ഥാന സംവിധാനങ്ങളുമൊക്കെ ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഇളകി മാറാൻ പോകുന്നു. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ ഈറ്റുനോവ് എന്ന് വിശേഷിപ്പിക്കും വിധം പ്രപഞ്ചം ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക നിലയിലേക്ക് അധപ്പതിക്കാൻ പോകുന്നു. ആ അധപ്പതനവും ഭീകരതയുടെ കാലവും വരച്ചു കാട്ടിക്കൊണ്ട് മനുഷ്യരാശിക്ക് ഭയം ജനിപ്പിക്കുന്ന ഒരു പ്രസംഗം സൃഷ്ടിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ആ പ്രതിസന്ധി യാഥാർത്ഥ്യമാണെങ്കിലും ക്രോധം നിറഞ്ഞൊരു അന്തരീക്ഷം മനുഷ്യരാശിയുടെ തലയ്ക്ക് മീതെ ന്യായവിധി പോലെ വന്നു ഭവിക്കുമ്പോൾ ഭയപ്പെടരുതെന്ന് പറയുന്ന മാർഗമാണ് യേശുവിന്റെ സുവിശേഷത്തിന്റെ മാർഗം. ക്രോധം ഒരു യാഥാർത്ഥ്യം, അതിലാ കടന്നു വരാൻ പോകുന്നു. പക്ഷേ ക്രോധം കടന്നു പോകുവോളം അറയിൽ കടന്ന് വാതിലടച്ചൊളിച്ച് അതിൽ പാർക്കാൻ കഴിയുന്ന ഒരു സുരക്ഷയുടെ സങ്കേത നഗരം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രസംഗിക്കപ്പെടുന്ന വിഷയമാണ് യേശുവിന്റെ സുവിശേഷം. അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ മറനീക്കി കാണിക്കുന്ന ഈ കൃതി ഇല്ലായിരുന്നു എങ്കിൽ ഇത്തരം പ്രസംഗങ്ങൾക്കും പാട്ടിനും ഒന്നും അർത്ഥം വര്യമായിരുന്നില്ല. ഒരുപക്ഷേ ഈ പ്രസംഗം കേൾക്കുന്ന സുഹൃത്തുക്കൾ ചിലരെങ്കിലും ധരിക്കും, കാലം എത്ര വളർന്നു, കാളവണ്ടിയിൽ സഞ്ചരിച്ച മനുഷ്യനല്ല ഇന്നത്തെ മനുഷ്യൻ. ഈ വഴിത്താരയിലൂടെ ഞങ്ങളുടെയൊക്കെ കണ്ണിൻ മുമ്പിൽ അനവധി ആളുകൾ കാളവണ്ടിയിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞത് കൊച്ചുകുട്ടികളെ ഒഴിവാക്കാൻ വേണ്ടിയാണ്, പ്രായം പരിഗണിച്ചങ്ങ് പറഞ്ഞതാണ്. പ്രായം പറയുമ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്ന വേളയിൽ നന്നായിട്ട് വായിക്കുന്ന ഒരു സഹോദരി, അപ്പം ഞാനെൻ്റെ ആ വായന നല്ല രീതിയിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വായിക്കു കുഞ്ഞേ ശരിയാന്ന് പറഞ്ഞു. ഞാൻ ഈ കുഞ്ഞേ എന്ന് വിളിച്ച സഹോദരിക്ക് എന്നെക്കാളൊരു 15 വയസ്സ് കൂടുതലായിരുന്നു. അത് മനസ്സിലാക്കിയത് എനിക്ക് പറ്റാതെ പോയത് അവർ ഈ കളറുമൊക്കെ അടിച്ചാൽ വന്നത്, മനസ്സിലായില്ലേ? തല കളറൊക്കെ അടിച്ചൊരു കുഞ്ഞായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആരാ പ്രായമുള്ളത് ആരാ കുഞ്ഞാണെന്നൊന്നും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു കാലമാണ്. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, അങ്കിളെ ഇന്നത്തെ യോഗം വലിയ അനുഗ്രഹമായിരുന്നു പറഞ്ഞു. കാരണം ജീവിതത്തിൽ ആദ്യം അവരെ ആരാണ്ട് കുഞ്ഞെന്ന് വിളിക്കുന്നു, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പലരും കണ്ടിട്ടുണ്ട് കാളവണ്ടി തൊഴി പോകുന്നത്. നമ്മളിപ്പലരും സ്ലൈറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത്തരം യോഗങ്ങൾക്ക് പണ്ട് നമ്മൾ പെട്രോമാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. വിളക്ക് കത്തിച്ച് നിലത്ത് വന്നിരുന്ന് യോഗവും പെരുന്നാളുമൊക്കെ കൂടിയവരുണ്ട്. ആ നമ്മുടെ കൺമുമ്പിൽ ഞെട്ടിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൻ്റെ പുത്തൻ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ലോകം എത്ര വേഗത്തിലാണ് പോകുന്നത്? ഇങ്ങനെ വളരുന്ന ലോകത്ത് നിന്നുകൊണ്ട് യേശു വരുമെന്നും ഒരു രാജ്യം സ്ഥാപിക്കുമെന്നൊക്കെ പറയുന്നത് ഭോഷ്കല്ലേ? അതൊക്കെ പറയാമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഞങ്ങൾ ഈ പ്രസംഗം തുടങ്ങിയിട്ട് 2000 ആണ്ടുകളായി. ഞങ്ങളുടെ പ്രസംഗം ഭോഷ്കാണെന്ന് തെളിയിക്കാൻ ഒരുവനും സാധിച്ചില്ല. എന്താണ് അതിൻ്റെ കാരണം? ഓരോ പ്രസംഗം കഴിയും തോറും ഈ മഹാപ്രളയത്തിലേക്ക് ആളുകൾ ധാരാളം വന്നു ചേരുകയാണ്. ഈ മഹാസമുദ്രത്തിൻ്റെ അലകടിയിൽ ഒരോളമായി വഹിക്കാൻ കഴിയും വിധം ആയിരങ്ങളെ കൊണ്ട് വളരുന്ന ഉജ്ജ്വല മാർഗമാണ് യേശുക്രിസ്തുവിൻ്റെ മാർഗം. 50-60 വർഷങ്ങൾക്കപ്പുറത്ത് ഞങ്ങളെ ആളുകൾക്ക് അറിയില്ല. ഇവിടെങ്ങും അറിയപ്പെട്ട ഇടങ്ങളിൽ കല്ലെറിഞ്ഞോടിച്ചു, നിരാകരിച്ചു, വാടക വീടുകൾ കിട്ടാതായി. അതിൻ്റെ കാരണം അറമുറിച്ചത് കൊണ്ടോ കൊള്ളയടിച്ചത് കൊണ്ടോ ചീത്ത പറഞ്ഞതിൻ്റെ പേരിലോ ഭാര്യയെ തല്ലിയതിൻ്റെ പേരിലോ ഒന്നുമായിരുന്നില്ല വീടുകൾ കിട്ടാതെ പോയത്. യേശുവിനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ, യേശുവിനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ വീടുകൾ വിട്ടിറങ്ങേണ്ടി വന്നവരുണ്ട്, നിരാകരിക്കപ്പെടേണ്ടി വന്നവരുണ്ട്. ഞങ്ങളുടെ സ്വന്തമെന്ന് കരുതുന്ന ഈ പുസ്തകം കൊണ്ടു നടക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളിലെ മറ്റു മാർഗങ്ങളിൽ നിന്ന് പോലും ഏറ്റുമുട്ടലുകളും പ്രതിസന്ധികളും ഏൽക്കേണ്ടി വന്ന മാർഗമാണ് ഞങ്ങളുടേത് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം ഉലകത്തിന് മനസ്സിലാവുക. അപ്പോൾ ഇതൊക്കെ ബൈബിൾ പ്രവചന രൂപേണ പറയുന്ന ഭാഗങ്ങളാണ്.
അതിലെ ഒരു വസ്തുതയാണ് നമ്മളിന്ന് വായിച്ചത്. ഇതൊരു സ്വർഗീയ ദർശനമാണ്. സ്വർഗം അതിനെ വ്യക്തമായി വിവക്ഷിച്ചു വെക്കുന്ന ഒരു വേദഭാഗം. നമുക്കിതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഇനി നേരെ കടക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമാകുന്ന ഉൽപ്പത്തി 1:1 മനഃപ്പാഠം അറിയുന്നവരായിരിക്കുന്നവരും അതെങ്ങനെയാണ്? ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അതാകണം ശരി പരിഭാഷ. ആകാശഭൂമി എന്നതിനേക്കാൾ ബൈബിളിൻ്റെ മൂലകൃതിയോട് യോജിച്ച് നിൽക്കുന്നത് ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. സ്വർഗങ്ങൾ ഷമായീം എന്ന എബ്രായ ശബ്ദം ബഹുവചന ശബ്ദമാണ്. ആദിയിൽ എലോഹീം സർവശക്തനായ ദൈവം അവിടുന്ന് സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. സ്വർഗങ്ങൾ, എത്ര സ്വർഗമെന്ന് പഴയ നിയമത്തിൽ പറയുന്നില്ല. പഴയ നിയമം ഒന്നിലധികം സ്വർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. സ്വർഗാദി സ്വർഗമെന്ന പ്രയോഗം പഴയ നിയമത്തിൻ്റെ ചില ഏടുകളിൽ കാണാം. സ്വർഗവും സ്വർഗങ്ങളുടെ സ്വർഗവും എന്ന പ്രയോഗം കാണാം. സ്വർഗാദി സ്വർഗമെന്ന പ്രയോഗം തിരുവെഴുത്തിൻ്റെ പലയിടങ്ങളിൽ കാണാം. പഴയ നിയമ ഭക്തന് മനസ്സിലായി സ്വർഗം ഒന്നിലധികമുണ്ട്. എത്രയെന്ന കണക്ക് പഴയ നിയമത്തിലില്ല. പഴയ നിയമത്തിൽ ആ കണക്കില്ലാത്തത് അത്ര ഗൗരവമുള്ള കാര്യമല്ല. കാരണം പഴയ നിയമത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു, അത് ഭാഗിക വെളിപ്പാടാണ്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്ത വചനമാണ്. പുതിയ നിയമമാകട്ടെ സമ്പൂർണ്ണ വെളിപ്പാടാണ്. ആ സമ്പൂർണ്ണ വെളിപ്പാടാകുന്ന പുതിയ നിയമത്തിൽ സ്വർഗത്തിൻ്റെ എണ്ണം പറയുന്ന പൗലോസ്, ഞാൻ ക്രിസ്തുവിലൊരു പുരുഷനെ അറിയുന്നു, 14 സംവത്സരങ്ങൾക്കപ്പുറത്തവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 3 സ്വർഗങ്ങളാണ് വേദപുസ്തക വീക്ഷണത്തിൻ്റെ ആധാരം. അതിൽ ദൈവം വസിക്കുന്ന ഇടം, ദൂതഗണങ്ങൾക്ക് ചെല്ലാവുന്ന ഇടം, മനുഷ്യദൃഷ്ടിക്ക് കാണാവുന്ന ആകാശമണ്ഡലം. ഈ 3 പരപ്പുകൾ, ഈ 3 വിധാനമാണ് വേദപുസ്തക വീക്ഷണത്തിലെ സ്വർഗത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ക്രമം. അതിൽ ദൈവം അധിവസിക്കുന്ന ഇടമാകുന്ന ആ പരമോന്നത സ്വർഗത്തിൽ ദൈവത്തിനും ദൈവപുത്രനും മാത്രമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ അവിടുന്നാണ് ഇഹലോകത്തിലേക്ക് അയച്ചത്. തൊട്ടു താഴെ വരുന്ന മണ്ഡലത്തിൽ ദൂതഗണങ്ങൾക്ക് പരിഗണനയുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് അങ്ങകളെ കാണുന്ന ഒരു സ്വർഗത്തെ ആരാധിക്കുകയല്ലവര്, മറിച്ച് സ്ഥലം, കാലം, സമയം ഇവയുടെ യാതൊരു വ്യതിയാനവും കൂടാതെ തൊട്ടു കൺമുമ്പിൽ കാണുന്ന അനുഭവത്തിലാണ് ദൂതഗണങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിലും ആ ദൂതഗണങ്ങളും ദൈവവും തമ്മിൽ വ്യക്തതകാർന്ന ഒരകലമുണ്ട്. ദൂതഗണങ്ങൾ ദൈവത്തെ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നു. അവിടുന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സമ്പൂർണ്ണ ചിത്രം വ്യക്തമാക്കി തരുന്നു ഈ പുസ്തകം. അതിൽ 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത് പ്രവാചകൻ കാണുന്നു. തുറക്കപ്പെട്ട വാതിലിൽ ഇതാ മനോഹരമായ ഒരു സിംഹാസനം. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിനു ചുറ്റും മരതകത്തോട് സദൃശ്യമായ ഒരു പച്ച വില്ല്. സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു മനോഹരമായ ശുദ്ധ കണ്ണാടി കടലൊഴുകും പോലെ ഒരു നീരൊഴുക്ക് പുറപ്പെടുന്നു. ഒരു മനോഹര നദി അവന്റെ മുമ്പിൽ നിന്നൊഴുകുന്നു. സ്വച്ഛസ്ഫടികത്തിന് തുല്യമായ ആ ഒഴുക്കിന്റെ ഇരുകരകളിലും യഹോവയുടെ അയരാത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ 24 സിംഹാസനങ്ങൾ. 24 സിംഹാസനങ്ങളിൽ 24 എൽഡേഴ്സ് അഥവാ മൂപ്പന്മാർ. അവർ നിലയങ്കി ധരിച്ചവരായി, തലയിൽ കിരീടം ധരിച്ചവരായി, പൊന്നുകൊണ്ടുള്ള കിരീടം ധരിച്ചവരായി സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ 4 ജീവികൾ. 4 ജീവികളുടെ രൂപം പറയുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്കു സദൃശ്യം, 3-ാം ജീവി മനുഷ്യന് സദൃശ്യം, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. ഈ ജീവജാലങ്ങൾക്ക് 6 ചിറകുണ്ടായിരുന്നു. അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. പരസ്പരം വിളിച്ചു പറയുകയാണ്, തങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ, തങ്ങളുടെ ദൃഷ്ടിക്ക് മുമ്പിൽ ഇതാ ഇരിക്കുന്ന മഹത്വവാനായ ദൈവം. ആ ദൈവത്തിന്റെ നിറസാന്നിധ്യം കണ്ടപ്പോൾ പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് ഇതാ പുത്രനിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം അവർ കണ്ടുകൊണ്ട്, 3 ആളുകളെയും കണ്ടുകൊണ്ട്, 3 വിവക്ഷിത രൂപങ്ങളെ കണ്ടുകൊണ്ട് പറയുക, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ്, സകലത്തെ സൃഷ്ടിച്ച ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവ മാറി മാറി ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴൊക്കെ ഈ മൂപ്പന്മാർ
തങ്ങളുടെ സിംഹാസനങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങി തങ്ങളുടെ പൊൻകിരീടങ്ങളെ താഴെ വെക്കും. എന്തിനാണിതെന്നറിയണ്ടേ? നിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ ഈ കിരീടമണിയുവാൻ ഞങ്ങൾ യോഗ്യരല്ല. നിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ ഈ തലയെടുപ്പ് കട്ടുവാൻ ഞങ്ങൾ യോഗ്യരല്ല. ആ മഹാദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ എല്ലാ തലയെടുപ്പും ഇവിടെ അസ്തമിക്കട്ടെ. എല്ലാ നിഗളത്തിൻ്റെ അഹന്താബോധങ്ങളും അഹംഭാവങ്ങളും ഇവിടെ അസ്തമിപ്പിച്ചിട്ട് വേണം ഭക്തൻ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പറയാം, അങ്ങാണ് വളരേണ്ടത്, ഞാനോ കുറയണം. അങ്ങന്റെ ജീവിതത്തിൽ രാജാവായി, അങ്ങന്റെ കാന്തനായി, അങ്ങന്റെ നായകനായി, എൻ്റെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയായി അങ്ങനോട് കൂടെ ഇരിക്കണം. ആയിരിക്കുന്ന മനോഹര ആരാധനയുടെ ദൃശ്യം അതിൻ്റെ പുരോഗതിയിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിൽ വ്യത്യസ്തമായൊരു കാഴ്ച. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ പക്കൽ ഒരു പുസ്തക ചുരുൾ ഇരിക്കില്ല. ബിബ്ലോസ്, അതിൽ നിന്ന് ബൈബിൾ എന്ന പദം ഉണ്ടായത്. ഇരിക്കുന്നവൻ്റെ പക്കൽ ഒരു പുസ്തകം, ബൈബിൾ ഉണ്ടെന്നല്ല അർത്ഥം, അതൊരു ചുരുളാണ്. ഈ ചുരുളാണ് പുരാതന കാലത്തിലെ എഴുത്തു രീതി. നമുക്കിന്ന് കാണുന്ന പോലെ പുസ്തകമില്ല, പല പേജുള്ള പുസ്തകമില്ല, ഒറ്റ പേജ്. അതിൽ കണ്ണിക തിരിച്ചും വരയിട്ടും എഴുതുകയാണ് പതിവ്. ഓരോ അധ്യായം തീരുന്നു എന്നതിൻ്റെ ഭാഗമായി അവ ചുരുട്ടി അവിടെ മുദ്രയിടും. എന്ന് വെച്ചാൽ പശക്കൊട്ടിക്കും, അത് പൊട്ടിച്ചു വേണം വായിക്കാൻ. ചിലതങ്ങനെ ഒട്ടിക്കണമെന്നില്ല, ചുരുട്ടിക്കൊണ്ടുവരും. ആ എഴുത്തുകൾ കൈകാര്യം ചെയ്യുന്ന രംഗം നിങ്ങൾ ഓർത്തേ. പാപ്പിറസ് എന്നറിയപ്പെടുന്ന ഈജിപ്തിൽ ലഭിക്കുന്ന ഒരുതരം ചെടിക്കുള്ളിലെ പൾപ്പ് ശേഖരിച്ചാണ് എഴുതുന്നത്. ഒന്നൊരു വ്യക്തക്കാം. ഈജിപ്തിലെ നൈൽ നദിയുടെ തീരങ്ങളിൽ വളരുന്ന ഒരുതരം ചെടി, അതിൻ്റെ പേര് പാപ്പിറസ്. അതിൻ്റെ സ്റ്റെമ്മ് അഥവാ കാണ്ഡം ത്രികോണ ആകൃതിയാണ്. ചിലർ പറയുന്നത് പാപ്പിറസിൻ്റെ ഇലയിൽ എഴുതിയെന്നാണ്. നടക്കാൻ പോകുന്ന കാര്യമല്ല. പയറ് പോലാണ് അതിൻ്റെ ഇല നിൽക്കുന്നത്. മാതൃഭൂമിയുടെ ഒരു ലേഖനത്തിൽ ഒരുവൻ എഴുതി അതിൻ്റെ ഇലയിൽ എഴുതുമായിരുന്നു. ഞാൻ മറുപടി ഇട്ടു, അങ്ങനെ ഇലയിലൊന്നും എഴുതി നടക്കുകയില്ല. ചെറിയ പയർമണി പോലെയാണ് ഇല നിൽക്കുന്നത്, നീണ്ടു കിടക്കും അതിങ്ങനെ. അപ്പോൾ അതിൻ്റെ അകത്തെ പൾപ്പ് ശേഖരിച്ചാണ് എഴുതാൻ ഉപയോഗിക്കുന്നത്. ആ പൾപ്പ് ശേഖരിച്ച് സംസ്കരിച്ച് പേപ്പർ ഷീറ്റുകൾ കണക്കുണ്ടാക്കുക. അതിൽ നിന്ന് പേപ്പർ എന്ന പദം തന്നെ നിഷ്പാദിച്ചത്, അതിലാണ് എഴുതുന്നത്. എന്നിട്ട് ഒരു കാര്യമുണ്ട്. ഒരു ചക്രവർത്തി രാജ്യം ഭരിക്കും വേളയിൽ തൻ്റെ രാജ്യത്തിലെ വിവിധ ഇടങ്ങളിലേക്ക് സന്ദേശം എത്തിക്കാൻ ഈ പാപ്പിറസിൽ എഴുതിയിട്ട് ഈ അഞ്ചലോട്ടക്കാരുണ്ടല്ലോ, ഇത് കൊണ്ടു കൊടുക്കുന്ന ആളിനെ അഞ്ചലോട്ടക്കാർ എന്ന് വിളിക്കും. അപ്പം വിളംബരം മുടക്കിപ്പോണം. ഇവർ ഓടി ഈ സ്ഥലത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ അടുത്തടുത്തടുത്ത സ്ഥലങ്ങളിൽ, ഇപ്പോൾ കൊല്ലം കഴിഞ്ഞു തിരുവനന്തപുരം, അവിടെ നിന്ന് വരുമ്പോൾ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ ആ ക്രമമനുസരിച്ചാകും രാജകീയ വിളംബരം ഈ ചുരുളിൽ എഴുതുക. ഒന്നാമത്തെ വിളംബരം തിരുവനന്തപുരത്താണെങ്കിൽ രണ്ടാമത് കൊല്ലം ജില്ലയ്ക്കാകും, 3 പത്തനംതിട്ടയാകും, 4 ആലപ്പുഴയാകും, പിന്നെ കോട്ടയമാകും. ഇങ്ങനെയാകും അതിൻ്റെ ക്രമീകരണം. പക്ഷെ ഒരു കാര്യം, തിരുവനന്തപുരത്ത് എഴുതിയത് കൊല്ലത്ത് വായിക്കേണ്ടതില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഗവർണർക്കാണ് മുകളിൽ പുറമെ അഡ്രസ്സ് വെക്കുക. അത് മാത്രം പൊട്ടിച്ച് വായിച്ചാൽ മതി. അതുകൊണ്ട് രഹസ്യ സ്വഭാവമുണ്ട് ഈ കത്തിന്. നികുതി പിരിവിനെക്കുറിച്ചാകാം, ഒരു അവിടെ ചക്രവർത്തി വാഴിച്ച ഒരു ഗവർണറെ നീക്കുന്ന കാര്യമാകാം, അല്ലെങ്കിൽ ഒരു പ്രതിയെ കൽത്തുറുങ്കിൽ നിന്ന് പുറത്തുവിടുന്ന കാര്യമാകാം. രഹസ്യ സ്വഭാവമുണ്ട് ഈ കുറിപ്പിന്. പക്ഷെ ഇവയെല്ലാം ഒരുമിച്ചാണ് എഴുതുക. പണ്ട് കാലത്ത് ബൈബിളും ഇങ്ങനെയാണ്, വിശാലമായി ചുരുട്ടി കെട്ടിക്കൊണ്ടിരണം. അന്നൊക്കെ ആരാധനയ്ക്ക് വരുന്നതിൻ്റെ ബുദ്ധിമുട്ടോർത്ത്, നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ തൊഴിലാളികൾ അവർ ചുമക്കാൻ അവരതിന് കൂലി മേടിക്കും. ചിലത് നോക്കിയിട്ട് കൂലി മേടിക്കും. അത് മറ്റൊരുത്തും ചുമന്നുകൊണ്ട് വരുന്നത് കണ്ടിട്ട് നോക്കൂലി എന്ന് പറഞ്ഞ പരിപാടിയില്ല, അത് മേടിച്ചളയും. അല്ലും പണ്ട് അങ്ങനെ ആയിരുന്നു സ്ഥിതി. ചുരുളുകളിലായിരുന്നു എടുത്ത്. അപ്പോൾ ഈ പുസ്തക ചുരുൾ പിടിച്ചുകൊണ്ട് ഒരുവനിരിക്കുന്നു. അകത്തും പുറത്തും മുദ്രയുണ്ട്. അതിൻ്റെ അർത്ഥം അകത്തും പുറത്തും എഴുത്തുണ്ട്, മുദ്രയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അതിങ്ങനെ ചുരുട്ടിയിട്ട് പശ തൂത്തിരിക്കുന്നു. പണ്ടത്തെ ഇല്ലൻ്റ് കണക്ക്. അവശേഷിക്കുന്ന ഭാഗം വീണ്ടും ചുരുട്ടും, അവിടെയും പശ തൂക്കും. ഇതിനാണ് പറയുന്നത് മുദ്ര. 7 മുദ്ര. 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട മുദ്രിത ഗ്രന്ഥം കയ്യിലെന്തിക്കൊണ്ടൊരുവനിരിക്കുന്നു. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ പക്കലിരിക്കുന്ന ആ പുസ്തക ചുരുൾ തുറക്കണം. ഈ പുസ്തക
ചുൾ തുറക്കാൻ, അതിൻ്റെ മാർമിക സത്യങ്ങൾ ഉലകത്തോട് പ്രസ്താവിക്കാനുള്ള വെളിപ്പാട് കാണേണ്ടതിന് സജ്ജനാക്കി പ്രവാചകനെ ഇരുത്തിയിരിക്കുന്നു ദൈവം. മൂപ്പന്മാരിൽ ഒരുത്തൻ ഈ പുസ്തക ചുൾ തുറക്കാൻ, ഇതിലെഴുതിയ സത്യങ്ങൾ ഉലകത്തെ വായിച്ചു കൽപ്പിക്കാൻ മനുഷ്യനായി പിറന്നവൻ ഒരുവനെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വരൂ. ആകാംക്ഷയോടെ പ്രവാചകൻ കാത്തിരിക്കുമ്പോൾ നിരാശയുടെ പ്രതികരണം. പുസ്തകം തുറപ്പാനോ മുദ്രഭേദിക്കാനോ അത് വായിപ്പാനോ സ്വർഗത്തിലോ അതിനു കീഴ ഭൂമിയിലോ ഒരുവനെയും കാണായികയാൽ ഞാൻ ഏറ്റവും കരഞ്ഞു. ഭീതി നിറഞ്ഞൊരു കരച്ചിൽ പ്രവാചകനിൽ വ്യാപരിച്ചു. തന്റെ ദർശനത്തിന്റെ വഴിത്താരയിൽ ഇതാ തടസ്സം. ഇത് തുറക്കാതെ തനിക്ക് ആത്മീക മണ്ഡലത്തിന് മുമ്പോട്ട് പോകാനാവില്ല. ഈ ഗ്രന്ഥം തുറന്നേ പറ്റൂ. അത് തുറക്കപ്പെടണം. ആരാണ് തുറക്കാൻ യോഗ്യനായിട്ടുള്ളത്? ആരാണ് യോഗ്യനായിട്ടുള്ളത്? ആരാണ് യോഗ്യൻ? ഒരുവനെയും കണ്ടില്ല. ഇതൊരു അപകടമാണ്. ഒരുവനും ഈ പുസ്തകം തുറക്കാൻ വരുന്നില്ല. വാസ്തവത്തിൽ ചിന്തിച്ച്, ഒരു പുസ്തകം തുറന്നാൽ പോരെ, നമുക്ക് പറ്റുമായിരുന്നല്ലോ. എന്താ മനുഷ്യൻ വരാത്തത്? ഒരുവനും ഈ പുസ്തകം തുറക്കാൻ വരാത്തത് എന്താ? അതിലെന്തോ അപകടമുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി ആ അപകടം മാത്രമാകും നമ്മൾ ചർച്ച ചെയ്യുക. സന്തോഷമാണോ? അപകടം ചർച്ച ചെയ്യാൻ സന്തോഷമാണെന്നല്ലേ? അപ്പോൾ പ്രാർത്ഥനയോടിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് തുറക്കാൻ ആരെയും കാണാഞ്ഞത്? പറയാം. ബഹുമാനരെ, ഈ രേഖ തുറക്കുന്നത് സൂക്ഷിച്ചു വേണം. കാരണം 7 മുദ്രകൾ പൊട്ടുമ്പോൾ പുറത്തേക്ക് വരുന്ന അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണുക. 1-ാം മുദ്ര ഭേദിച്ചു. ഒരു വെള്ളക്കുതിരയെ കണ്ടു. ആ വെള്ളക്കുതിരയുടെ പുറത്തൊരുവൻ ഇരിക്കുന്നു. അവൻ കയ്യിൽ ഒരു വില്ലു ധരിച്ചിരിക്കുന്നു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇതാണ് 1-ാം മുദ്ര. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു ചുവന്ന കുതിരയെ കണ്ടു. ആ കുതിരപ്പുറത്തിരിക്കുന്നവൻ ഒരു വലിയ വാൾ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് സമാധാനമെടുത്തു കളഞ്ഞ മനുഷ്യൻ അന്യോന്യം പോരാടി മരിക്കേണ്ടതിനൊരു വലിയ വാളവന് കിട്ടി. അവൻ ഭൂമിയിൽ നിന്ന് സമാധാനമെടുത്തു കളഞ്ഞു. 2-ാം മുദ്ര. 3-ാം മുദ്ര, ഒരു കറുത്ത കുതിരയെ കണ്ടു. ആ കറുത്ത കുതിരയുടെ പുറത്തൊരുവൻ ഇരിക്കുന്നു. അവനൊരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ആ തുലാസിൽ വസ്തുവകകൾ തൂക്കാനുള്ള ത്രാസാണ്. പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 3 ഇടങ്ങഴി യവം എന്നൊരു ശബ്ദം. ഇടയ്ക്കൊരു ശബ്ദം കൂടി, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. 4-ാം മുദ്ര ഭേദിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു പച്ച നിറമുള്ള കുതിര. നിങ്ങളുടെ ബൈബിളിൽ മഞ്ഞെന്ന് കാണും, തെറ്റല്ല. വിളറിയ പച്ച, അതാണ് ശരി. വിളറിയ പച്ചയ്ക്ക് മഞ്ഞ നിറമുണ്ടാകും. ഒരു വിളറിയ കുതിരയെ കാണുന്നു. ആ കുതിരപ്പുറത്തിരിക്കുന്നവന് മരണമെന്ന് പേർ. അവൻ ഭൂമിയിൽ നിന്ന് മനുഷ്യരാശിയെ കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചു. ശവക്കുഴി അഥവാ പാതാളം അവനെ പിന്തുടർന്നു. ശേഷം മനുഷ്യർക്ക് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഉപദ്രവം വന്നു. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അടുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. എല്ലാ കുന്നും സ്വസ്ഥാനത്ത് നിന്നിളകി. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായികനികൾ താഴെ വീഴും പോലെ ആകാശമണ്ഡലത്തിൽ നക്ഷത്രങ്ങൾ ഇളകി വീണു. എല്ലാ കുന്നുമിളകി. ഭീകരതയുടെ വല്ലാത്തവസ്ഥയിൽ ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും ബലവാനും സ്വതന്ത്രനും ഒരുമിച്ച് അലറി വിളിച്ചുകൊണ്ട് ഗുഹകളിലും മലപ്പാറകളിലും കയറിയിട്ട് മലകളോടും പാറകളോടും ഞങ്ങളെ മറയ്ക്കണം, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും സിംഹാസനത്തിരിക്കുന്നവന്റെ കോപം വരാതെ വണ്ണവും ഞങ്ങളെ രക്ഷിക്കണം, ഇതാ അവരുടെ ന്യായവിധി വരുന്നു, ആർ സഹിച്ചു നിൽക്കും. ഇതാണ് 6 മുദ്രകൾ.
ഏഴവിടെ നിൽക്കട്ടെ. ഈ 7 മുദ്രകൾ ആലേഖനം ചെയ്ത ഒരു പുസ്തകം തുറന്നു പോയാൽ ഈ വറ്റകൾ പുറത്ത് ചാടും. അതാ പേടിയുള്ളവൻ വന്ന് തുറക്കരുതെന്ന്. ഇതിനെയൊക്കെ നേരിടാൻ തൻ്റെ ഇടമുണ്ടെങ്കിലേ തുറക്കാവൂ. ഇതായി പറഞ്ഞു. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന നമുക്കറിയില്ലല്ലോ. അങ്ങനെയെങ്കിൽ തുറന്നു കഴിഞ്ഞല്ലേ അപകടം. 1-ാം മുദ്ര പൊട്ടിച്ചോ വെള്ളക്കുതിര വരും, 2-ാം മുദ്ര പൊട്ടിച്ചോളൂ ചുവന്ന് വരും, 3-ാമത് മുദ്ര പൊട്ടിച്ചാൽ കറുത്ത കുതിര പുറത്തു വരും, 4-ാം മുദ്ര പൊട്ടിച്ചാൽ മരണമെന്നർത്ഥമുള്ള പച്ചക്കുതിര പുറത്തു വരും, 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൽ ഇടിക്കാനും, 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമായി തീരും, എല്ലാ കുന്നും സ്വസ്ഥാനത്ത് നിളകും, കായികനികൾ താഴെ വീഴുമ്പോൾ അത്തിവിഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങും പോലെ പ്രപഞ്ചം മുഴുവൻ കിടിലം കൊണ്ട് സ്ഫോടനാത്മക കാലാവസ്ഥയിലേക്ക് ഉലകം പതറും. ഇതെല്ലാം എഴുതി വെച്ച പുസ്തകം പിടിച്ചുകൊണ്ട് ഒരുവൻ സിംഹാസനത്തിലിരിക്കുന്നു. ഒന്ന് മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നവൻ ഇന്നും ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. സ്നേഹിതാ, നിനക്കാപത്ത് പിണയാതെ ഇവിടെ വന്നിരിക്കാൻ കാരണം നീ ഇട്ടുകൊടുത്ത നാണയത്തുട്ടിൻ്റെ വിലയല്ല, സ്വോത്രകാഴ്ചയുടെ ശക്തിയല്ല. നീ ഇവിടെ ഇരിക്കാൻ കാരണം പ്രതിമാസ ശമ്പളത്തിന്റെ ബലമല്ല, ജീവിതത്തിൽ അനുഷ്ഠിച്ച വിശുദ്ധിയുടെ ശക്തിയല്ല. അവന് നമ്മോട് തോന്നിയ കൃപ, അവന് നമ്മോട് തോന്നിയ ആദരവ്, അവന് നമ്മോട് തോന്നിയ സ്നേഹം. ഈ മഹാപ്രപഞ്ചത്തിന്റെ നായകന്റെ പക്കല സകലത്തിന്റെയും അധികാരം, സകലത്തിന്റെയും നിയന്ത്രണം. ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ പ്രപഞ്ചനാഥൻ അവിടെ ഇരിക്കേ. ഒരു ചോദ്യം, ആരുണ്ട് ഇത് തുറക്കാൻ? വീണ്ടും രഹസ്യം അവശേഷിക്കുന്നു. ഏതായാലും പൊട്ടിച്ചപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് കുതിര ഇതൊക്കെയാണ്. ഇതിപ്പോൾ ഒന്നും അറിയുന്നില്ലെങ്കിൽ പോയി തുറക്കാൻ എന്താ പാട്? നമുക്കാർക്കും അറിയില്ല, യോഹന്നാന് പോലും അറിയില്ല എന്താണ് ഇതിൻ്റെ ഇൻസൈഡിൽ. ഒരു മുദ്രയാണെന്നറിയാം, മുദ്രയിട്ട പുസ്തകമാണ്. എന്താ തുറക്കാൻ പാട്? സ്വർഗത്തിലോ ഭൂമിയിലോ ഈ പുസ്തകം തുറക്കാൻ ആരെയും കാണായാൽ യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. കാരണം തേടിയാണ് നമ്മുടെ യാത്ര. ശ്രദ്ധിക്കണം പ്രിയരേ, പണ്ട് കാലത്ത് ഒരു ഭൂമിക്ക് 2 ആധാരമുണ്ട്, 2 വിധ പ്രമാണമുണ്ട്. ആ പ്രമാണത്തെ യഥാക്രമം പറയാം: തുറന്ന പ്രമാണം, അടച്ച പ്രമാണം. ഓപ്പൺഡ് ബിൽ ആൻഡ് ക്ലോസ്ഡ് ബിൽ. തുറന്ന രേഖ, തുറക്കാത്ത രേഖ. ആദ്യം തുറക്കാത്ത രേഖ ഏതാണെന്ന് പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരപ്പന് 12, 15, 16 മക്കൾ. ഇതിലപ്പനെ സന്തോഷിപ്പിച്ച മക്കളുണ്ട്, അപൂർവം. അപ്പനെതിരെ നിലപാടെടുത്ത അപ്പൻ്റെ ശാപം വാങ്ങിയ മക്കളുണ്ട്. അപ്പൻ വസ്തുവകകൾ വീതം വയ്ക്കുമ്പോൾ അപ്പൻ്റെ സ്നേഹവും അപ്പൻ്റെ വിരോധവും അതിൽ പ്രതിഫലിക്കാം. ഉദാഹരണം ബൈബിളിലെ യാക്കോബ്. ഉൽപ്പത്തി 49-ാം അധ്യായത്തിൽ യാക്കോബ് വീതം വയ്ക്കുമ്പോൾ 13 മക്കളുണ്ട് അദ്ദേഹത്തിനൊരു പെൺകുട്ടിയടക്കം. 12 മക്കളെ അരികിലേക്ക് വിളിച്ചു. രൂബേനെ, നീ എൻ്റെ ആദ്യജാതൻ, വെള്ളം പോലെ തുളുമ്പുന്നവനാ നീ, അതുകൊണ്ട് നീ ശ്രേഷ്ഠനാകയില്ല. ശാപമാണ് അവന് വന്നു ഭവിച്ചത്. ശിമയനും ലേവിയും സാഹസത്തിൻ്റെ വാളേന്തിയവർ. സാഹസത്തിൻ്റെ വാളേന്തിയവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നോടൊപ്പം എനിക്ക് കൂട്ടായ്മയില്ല. ചുരുക്കത്തിൽ ചിലരെ അനുഗ്രഹിച്ചു, ചിലരെ ശപിച്ചു. ഈ ശാപമെല്ലാം രേഖപ്പെടുത്തിയൊരു കീർത്തനമാണ് ഉൽപ്പത്തി 49, 50 അധ്യായങ്ങളിൽ നമുക്ക് കാണുന്നത്. ഇതേ വിധം 10, 12, 15 മക്കളുള്ള ഒരപ്പൻ തൻ്റെ ജീവകാലത്തു മക്കൾ തങ്ങളോട് ഇടപെട്ട രീതിക്കനുസൃതമായി മക്കളോട് തിരിച്ചുള്ള സമീപനങ്ങൾ എഴുതി തൻ്റെ ജീവകാലത്തെ മുദ്രയിടും. മുദ്രയിടുക ഒട്ടിക്കും. അതൊരു മൺഭരണിയിലോ ഒരു മുളന്തണ്ടിനുള്ളിലോ അടച്ചു ഭദ്രമാക്കും. അതിൽ മൃഗങ്ങളുടെ തോലുകൊണ്ട് ഒരു ബൈൻഡിങ് ഉണ്ടാക്കി അതിലെല്ലാം ന്യായപ്രമാണത്തിലെ വാക്യങ്ങൾ എഴുതും.
വാക്യങ്ങൾ എഴുതി ഉറപ്പിച്ചു വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം, വചനം കൊണ്ട് ഞാനിത് മുദ്രയിട്ടിരിക്കുന്നു, ഇതാർക്കെങ്കിലും തുറക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൻ്റെ മരണശേഷമേ ആകാവൂ. അപ്പൻ മരിക്കുന്നതിന് അന്നെടുക്കാം, ചടങ്ങുകൾക്കനന്തരം അത് തുറക്കാം. ജൂതന്മാരുടെ രീതി അനുസരിച്ച് ഒരാൾ മരിച്ചാൽ അങ്ങ് കണ്ണൂരിൽ നിന്ന് ആൾ വരാനോ ആലപ്പുഴയിൽ നിന്ന് ചേട്ടൻ വരാനോ കാത്തു നിൽക്കില്ല. മരിച്ച ആളിൻ്റെ ശരീരത്തിൻ്റെ സ്വാഭാവിക ചൂട് മാറും മുമ്പ് അടക്കും. അത് അനന്യാസ് മരിച്ചിട്ട് സഫീര വരാൻ കാത്തിരിക്കാതെ പെട്ടെന്ന് അടക്കി. വിവരം പറഞ്ഞേ ഉള്ളൂ, ബോധ്യപ്പെടുത്തി, സംഭവം എല്ലാം കഴിഞ്ഞു. ഇന്നാണെ കേസെടുക്കും, കളിയങ്ങ് മാറും. എങ്ങനെയാ? മരണം എന്തായിരുന്നു ബോധ്യപ്പെടുത്തിയാൽ മതി. സാക്ഷികൾ ഇങ്ങനെ മരിച്ചു, അടക്കി, അതവരുടെ രീതിയാണ്. അപ്പൻ മരിച്ചു, അടക്കം കഴിഞ്ഞു. ആളുകൾ ഒത്തുകൂടുമ്പോൾ ഈ ഗ്രന്ഥച്ചുരുൾ കൊണ്ടുവന്ന് വെക്കും പൊതുജന സമക്ഷം. ഈ ഗ്രന്ഥച്ചുരുളിനൊരു പേരുണ്ട്, തെറ്റിക്കരുത്. ഞാൻ അതിൻ്റെ പേര് പറയുകയാണ്, തെറ്റിക്കരുത്. മെസൂസ. എങ്ങനെയാ? ആ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിണങ്ങരുത്. എങ്ങനെയാണ്? മെസൂസ. അത് പറയാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടി മലയാളത്തിൽ അല്പം പ്രശ്നമുണ്ടാക്കുന്ന ഒരു പരിഭാഷ കാണുന്നു, ഗൃഹബിംബം. അത് നല്ലൊരു പരിഭാഷയല്ല. കാരണം നമുക്കത് കേൾക്കുമ്പോൾ ഏതോ ഐഡലാണെന്നൊരു ധാരണയാണ്, വിഗ്രഹമല്ല. ഗൃഹബിംബം. എന്താ ഗൃഹബിംബം? അത് മോശപ്പെട്ട അർത്ഥത്തിലല്ല ഉപയോഗിച്ചത്. ഇസ്രായേൽ മക്കൾ ബഹുകാലമേഭോതില്ലാതെയും ഗൃഹബിംബമില്ലാതെയും ഇരിക്കും എന്ന് പറഞ്ഞാൽ ഈ ആധാരമൊക്കെ നഷ്ടപ്പെട്ടു പോകും. ആധാരം മെസൂസ, ഗൃഹബിംബം തുറക്കാൻ പോകുന്നു. കാരണവൻ കയ്യിലെടുത്തുകൊണ്ട് വിളിച്ചു പറയും, പട്ടണമേനവൻ കയ്യിലുയർത്തിക്കൊണ്ട് വിളിച്ചു പറയും, അന്തരിച്ച ഇന്നയാളുടെ പക്കൽ ഇതുവരെ സൂക്ഷിച്ചു വന്ന പിതാക്കന്മാരുടെ കാലം മുതൽ സൂക്ഷിച്ചതാകും ഒരുപക്ഷെ ഇതെടുത്തു കട്ടിയിട്ട് പറയും, മെസൂസ തുറക്കാൻ പോകുന്നു. എതിരുള്ളവരാരെങ്കിലും ഉണ്ടോ? ആർക്കും എതിരില്ല. അപ്പോൾ അദ്ദേഹം പറയും, എങ്കിൽ ഈ കുടുംബത്തിൽ നിന്നാർക്കെങ്കിലും മുമ്പോട്ട് വരാം, മെസൂസ തുറക്കാം. ചേട്ടൻ തൊട്ടനിയൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ പറയും, ചേട്ടായി തുറക്കാൻ. അവൻ താഴേക്ക് നോക്കിയിട്ട് പറയും, അനിയച്ചാരി തുറക്കാൻ. പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഒരുത്തനും തുറക്കാൻ ധൈര്യം വരില്ല. കാരണം അവരൊക്കെ അപ്പനെ പേടിക്കുന്നു. എന്തോ പ്രശ്നം ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാകണം. ഒടുവിൽ ആരുമില്ലാതെ വരുമ്പോൾ 3 വട്ടം ദൈവനാമത്തിൽ ഇവൻ ചോദിക്കണം, ആരെങ്കിലുമുണ്ടോ? 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 ആരുമില്ല. ആരുമില്ലെങ്കിൽ വീണ്ടും അതിന്മീതെ ഒരു തുകൽ ചുരുളുകൾ കൂടിക്കൊണ്ട് മൂടിയിട്ട്, മേലാൽ ഇനി ആർക്കും തുറക്കാനാവില്ലത്. പിന്നെ സ്ഥലം എങ്ങനെയാണ് വീതിക്കുന്നത്? അവരെല്ലാം കൂടി പറയും, നമുക്കൊരു ധാരണയിലെത്താം. ആ മലഞ്ചരിവ് എനിക്ക്, ഇപ്പുറത്ത് കാണുന്ന റോഡരികിലെ സ്ഥലം എനിക്ക്, അത് നിനക്ക്. അലമ്പില്ലാതെ വസ്തു വീതിച്ചെടുക്കും. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ മെസൂസ തുറക്കും, പ്രശ്നം മാറും, ഉള്ളത് കൂടി പോകും. അപ്പൻ്റെ ശാപമാണെങ്കിൽ തീർന്ന്. അതുകൊണ്ട് ഭയപ്പെട്ട് ഇസ്രായേൽ മക്കൾ ഇത് കൊണ്ടു നടക്കും. തീർന്നില്ല. ആരായി മെസൂസയൊന്ന് കൈകാര്യം ചെയ്യുന്നത്? ആരെങ്കിലും കൈകാര്യം ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ പക്കലേക്ക് കൊടുക്കും എന്ന് മാത്രമല്ല, മെസൂസ കയ്യിലിരിക്കുന്നവർക്ക് കുടുംബ ഓഹരിയുടെ ഇരട്ടി കൊടുക്കണം. മനസ്സിലായോ? ഇനി നമ്മുടെ റാഹേൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന വിഗ്രഹമൊന്നുമല്ല. അപ്പൻ്റെ ആധാരം സൂത്രത്തിൽ മോഷ്ടിച്ച് ഓട്ടോപ്പുറത്ത് വെച്ച് സ്ഥലം വിട്ടിങ്ങി പോകുന്ന കണ്ടില്ലേ? അല്ല, പുള്ളിക്കാരിക്ക് ആരാധിക്കാൻ വേണ്ടി അപ്പനുണ്ടാക്കിയ സാധനമൊന്നുമില്ല. അതൊക്കെ കേട്ട് വല്ല വിടുതലും എടുത്തെങ്കിൽ ഇപ്പം തിരുത്തിക്കോണം. സംഭവം അതല്ല. മനസ്സിലായോ? അത് പറഞ്ഞ് വല്ല ഭൂതത്തെ ശാസിച്ചിട്ടുണ്ടെങ്കിൽ പിൻവലിച്ചോണം. സംഭവം അതല്ല. അപ്പൻ്റെ ഓഹരി കിട്ടാൻ വേണ്ടി ചെയ്ത പണിയാണ്. എന്തെന്നാ? മെസൂസ അടിച്ചു മാറ്റി. ആരാണ്? റാഹേൽ. അന്ന് മുതൽ എനിക്ക് ഈ റേച്ചൽ എന്ന് പേരുള്ളവരെ കാണുമ്പോഴേ പേടിയാണ്. മനസ്സിലായോ? ആരും മോഷ്ടിക്കാൻ പോലും അതിന് തുനിയല്ല. കാരണം പേടിയാണ് മനുഷ്യന്. റാഹേൽ അത്ര എക്സ്പെർട്ടായിരുന്നു, അതുകൊണ്ടാണ് അത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ചുരുക്കത്തിൽ മനുഷ്യന് പേടിയാണ്. ഗൃഹബിംബം എന്ന മെസൂസ, അതിലെല്ലാം വചനം എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ
ഞാനിത് വെറുതെ പറഞ്ഞു എന്ന് നിങ്ങൾ ധരിക്കേണ്ട. വാക്യത്തിൻ്റെ കൂടി ഒരു ചെറിയ പിൻബലമുണ്ട്. ഒരു വാക്യം കുഞ്ഞെ വായിച്ച് സഹായിക്കണം. ഇരമ്യാപ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചാട്ട് ഇരമ്യാവ് സ്ഥലം മേടിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഇരമ്യാ പ്രവാചകൻ ആധാരം ചെയ്യുന്ന കാര്യം എഴുതി വച്ചിരിക്കുന്നു. വായിച്ചാട്ടെ. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു, വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ശല്ലൂമിനോട് വില കൊടുത്ത് 17 ശെക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു സ്ഥലം വാങ്ങിച്ചു. ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിച്ചു വെച്ച ശേഷം. ഈ പണിയൊക്കെ പണ്ടേ ഉണ്ട്. യേശുവിന് മുമ്പേ സാക്ഷികളെ വിളിച്ച് ഒപ്പിടിവിച്ചു. സ്ഥലം മേടിച്ചതിൻ്റെ രേഖ കണ്ടോ? അത് വാങ്ങുന്ന കൊച്ചപ്പൻ ചേട്ടൻ്റെ മോനോട് മേടിക്കുക. എന്നിട്ടും സാക്ഷികളെ വിളിച്ച് ഒപ്പിടിവിച്ചു. പ്രവാചകനാണ്. അടുത്ത കാര്യം നോക്കിക്കേ. ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. പിന്നെ ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച്. ചേട്ടന്റെ മകൻ അന്നോർത്ത് അന്യായം ഒന്നും അവനോട് കാണിച്ചില്ല. ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. രണ്ടും മേടിച്ചത്. ഉപദേശി ചുമ്മാ പറഞ്ഞല്ല. മുദ്രയിട്ടിരുന്ന ആധാരവും തുറന്നിരുന്ന ആധാരവും വാങ്ങി. പഴയ നിയമത്തിലാണെങ്കിൽ ഒരു കച്ചവടം എങ്ങനെ നടക്കും എന്നുകൂടി പറഞ്ഞെങ്കിലേ അതിൻ്റെ ഗൗരവം പിടിയിട്ടു. ഈ YS എലീശ പാസ്റ്റർ തീരുമാനിച്ചു, അദ്ദേഹത്തിൻ്റെ ഈ വീടും പരിസരവും സ്വത്തും എല്ലാം കൂടി എൻ്റെ പേരിൽ എഴുതിത്തരാൻ. അപ്പോൾ എലിശപ്പാസ് ഇതൊക്കെ തരാൻ തീരുമാനിച്ചങ്ങൾ പഴയ നിയമത്തിലായിരുന്നെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം മെസൂസ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ വല്യപ്പൻ്റെ കാലം മുതൽ ഇങ്ങനെ എഴുതിപ്പോരുന്ന അടഞ്ഞ ആധാരം. എന്നിട്ടിപ്പോഴുള്ളത് മുഴുവൻ എലിക അതിരെടുത്ത ശേഷം എഴുതണം. പട്ടികയിൽ വിവരിക്കുന്നതും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെയുള്ള അതിരുകൾ വ്യക്തമാക്കിയ ശേഷം ഈ മെസൂസയിൽ പറഞ്ഞിരിക്കുന്നതും പിതാക്കന്മാർ തലമുറയായി അനുഭവിച്ചു പോരുന്നതുമായ ഈ സ്വത്തും അനന്തരമായ എല്ലാ അവകാശങ്ങളും ഇന്നയാളിന് നൽകിക്കൊണ്ട് ഞാൻ ഇതിനാൽ ഇത് വിറ്റിരിക്കുന്നു, അല്ലെ ദാനം ചെയ്തിരിക്കുന്നു, എഴുതി ഒപ്പുവെച്ച പോരാ. ഈ തുറന്ന ആധാരവും അടഞ്ഞ ആധാരവും കയ്യിൽ പിടിച്ചിട്ട് ഒരു പരിപാടിയുണ്ട്. അദ്ദേഹം തൻ്റെ സാമ്പത്തിക പ്രാപ്തി പോലെ ഒരു കാളയെയോ ഒരു ചെമ്മരിയാടിനെയോ, അതിന് പണമില്ലെങ്കിൽ ഒരു കുറുംപ്രാവിനെയോ വില കൊടുത്തു വാങ്ങണം. വില കൊടുത്തു വാങ്ങിയ ആ ജീവിയുടെ ഉടൽ രണ്ടായി പിളരേണം. ആ പിളർന്ന ഉടലിൻ്റെ നടുവിലൂടെ ആധാരം രണ്ടും കയ്യിലെന്തി എൻ്റെ കൈക്ക് പിടിച്ച് നഗ്നപാതരായി ചോര വറ്റാത്ത ഉടലിലൂടെ, മൃഗത്തിൻ്റെ ഉടലിലൂടെ ഞങ്ങൾ അപ്പുറം കടക്കണം. കാലിൽ ചോര വറ്റി ഉണങ്ങാത്ത ആ കാല് നിലത്തു ചവിട്ടി നിന്നുകൊണ്ട് കരം ഉയരത്തിലേക്ക് ഉയർത്തി ദൈവത്തിന് മഹത്വമർപ്പിച്ചിട്ട് അത് മുഴുവൻ അപരന് കൊടുത്തിട്ട് പറയണം, ഈ മെസൂസയിൽ വിവരിക്കുന്നതും ഞാനോ മറ്റാരുമോ കണ്ടിട്ടില്ലാത്തതും വിശ്വാസത്താൽ അറിയുന്നതുമായ ഈ സ്വത്ത്, തദനന്തരം ഞാൻ തുറന്നെഴുതിയ ഈ ആധാരം ഇന്നു മുതൽ എന്നേക്കും ഈ മനുഷ്യന് സിദ്ധിച്ചിട്ടുള്ളതാകുന്നു. ഞാനീ പറഞ്ഞതിന് അതിൻ്റെ വാലിഡിറ്റി, ഞാനീ പറഞ്ഞതിൻ്റെ കാല ദൈർഘ്യം, ആ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു അഴിവ് വരുമെങ്കിൽ അതിൻ്റെ വസ്തുത പറയുക. ഈ പറഞ്ഞതിൻ്റെ ആധികാരികത, ഞങ്ങൾ രണ്ടാളും കരം പിടിച്ച് നഗ്നപാതരായി അപ്പുറം ചവിട്ടിക്കിടന്ന മുറിച്ചിട്ട മൃഗത്തിൻ്റെ ഉടലില്ലേ, എന്നെങ്കിലും ഒരിക്കൽ ആ ഉടൽ കൂടിച്ചേർന്ന് മൃഗമല്ലെങ്കിൽ പക്ഷി പഴയ രൂപത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലം വരുമെങ്കിൽ അന്ന് വരെ പറഞ്ഞാൽ പറഞ്ഞാൽ അബ്രഹാം കുറുംപ്രാവിനെ പിളർന്നില്ല. കാരണം മനസ്സിലായോ? ഉടമ്പടിയിൽ പ്രതിസന്ധി, സമർപ്പണത്തിൽ പരാജയം. അങ്ങനെ രേഖപ്പെടുത്തിയ ഈ പുസ്തകം തുറക്കാൻ ഒരുവിധപ്പെട്ടവൻ മുമ്പോട്ട് വരില്ല. രഹസ്യം മനസ്സിലായല്ലോ? ഇനി നമുക്ക്
കയ്യിൽ പിടിച്ചിരിക്കുന്ന ഗ്രന്ഥച്ചുരുളുമെന്തിരിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ അരികിൽ നിലയുറപ്പിച്ച യേശുക്രിസ്തുവിനെ നോക്കാം. യോഹന്നാൻ കരഞ്ഞു, ആരുണ്ടിത് തുറക്കാൻ? ഒരു ചോദ്യം. ഒരുവനും തുറക്കാൻ തൻ്റെ ഇടമില്ല. ഈ അപ്പനെ പ്രസാദിപ്പിച്ച എത്ര മക്കളുണ്ട്? ഈ അപ്പന് വേണ്ടി നിലകൊണ്ട എത്ര മക്കളുണ്ട്? ഞാൻ പറയും, ആ അപ്പൻ്റെ തിരുഹൃദയത്തിന് സന്തോഷം പകരാൻ യാതൊരു മകനും കഴിഞ്ഞില്ല. ആദം ദൈവത്തിൻ്റെ മകൻ. ദൈവത്തിൻ്റെ മകനായ ആദമിന് ജയപ്രദമായൊരു ജീവിതം നയിച്ച് ഒരു ദിവസം പൂർത്തീകരിക്കാൻ കഴിയും മുമ്പ് പാപം അവനിൽ പ്രവേശിച്ചു. പിന്നീട് മനുഷ്യരാശി ദൈവസ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ സ്വയം ദൈവത്തോട് ചേർന്ന് നടക്കാൻ ശ്രമിച്ചു. കുറേയൊക്കെ വളർന്നു. ശേത്ത് ആരാധനയ്ക്ക് തൽപരനായി യാഗപീഠം പണിതു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നോഹ നീതിപ്രസംഗിയായി. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി. ദാവീദ് ദൈവത്തിന് ബോധിച്ച മനുഷ്യനായി. സ്നാപകൻ ഉലകം കണ്ട, മനുഷ്യരാശി കണ്ട, സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു പോന്ന മനുഷ്യരിൽ ഏറ്റവും വലിയ മനുഷ്യനായി. പക്ഷെ ഇതൊന്നും പോരാ. ഈ പുസ്തകം തുറക്കാൻ ഇവരാരും യോഗ്യരല്ല. ആ പുസ്തകം തുറക്കാൻ യോഗ്യനെ കണ്ടുകൊണ്ട് പിതാവ് ഇവർക്കാർക്കും കൊടുക്കാത്തൊരു വിശേഷണം കൊടുത്തു. എന്താ വിശേഷണം? ആദം, നീ എൻ്റെ മകൻ, അവിടെ വരെ നീ വളർന്നു. അലയോ ഹാനോക്ക്, നീ എന്നോടുകൂടെ നടന്നു. അബ്രഹാം, നീ എൻ്റെ സ്നേഹിതൻ. ദാവീദ്, നീ എനിക്ക് ബോധിച്ച മനുഷ്യൻ. അലയോ യോഹന്നാൻ, സ്ത്രീകളിൽ നിന്ന് മനുഷ്യനായി പിറന്ന സകലരും വലിയവൻ നീ. പക്ഷേ ഞാൻ മറ്റൊരുവനൊരു പേരിടുന്നു. ഇവനെൻ്റെ പ്രിയപുത്രൻ. ഇവനെൻ്റെ പ്രിയപുത്രൻ. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവന് ചെവി കൊടുക്ക്. ഈ പ്രിയപുത്രനോളം വളരാൻ ആർക്കും കഴിയാതെ പോയതിൻ്റെ കാരണം എന്താ? ഇവനെങ്ങനാ പ്രിയനായത്? ഇവനെങ്ങനാ ഇഷ്ടപുത്രനായത്? ഇവനെങ്ങനാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തത്? പറയാം. കൊച്ചു കുഞ്ഞുങ്ങളെ ഒക്കെ നമ്മൾ സ്നേഹിക്കും. അതവരാതാണ്ട് പ്രവൃത്തി ചെയ്തുകൊണ്ടല്ല. കൊച്ചു മോനോട് നമ്മൾ താല്പര്യം കാണിച്ചത് അവനേതാണ്ട് നമുക്ക് തന്നത് കൊണ്ടൊന്നുമില്ല. അവൻ്റെ ഓമനത്വം, അവനോട് തോന്നിയ വാത്സല്യം. പക്ഷെ യേശുവിനോട് പിതാവിന് തോന്നിയ വാത്സല്യം അതല്ല. പാപമംഗിലമായ ലോകത്തിൽ മനുഷ്യൻ അധപ്പതിച്ചു തകരുന്ന കാഴ്ചകൾ അവനെ രക്ഷിക്കാൻ ആരും തയ്യാറല്ലാതിരിക്കെ പിതാവാം ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് തൻ്റെ ആ മഹിമയുടെ ആധിക്യത്തിൽ ആത്മാഗത വണ്ണമെന്ന ഒരു ചോദ്യം, അനന്തരം ഞാൻ ആരെ അയക്കണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ആ ശബ്ദം കേട്ടിട്ട് യേശുവിൻ്റെ മറുപടി, ഇതാ അടിയൻ. അടിയൻ ഇവിടുണ്ട്. അടിയൻ നിനക്കായി പോകും. പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവായി മനുഷ്യജന്മമെടുത്ത് 33.5 വയസ്സുവരെ ഇഹലോകത്തിൽ ജീവിച്ച് ജീവൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് മാരകമരക്കുരിശേന്തി ഗോൽഗോഥായുടെ മലമുകളിൽ സ്വയം എരിഞ്ഞമരുന്ന യേശുവിൻ്റെ പ്രവൃത്തി കണ്ടില്ലേ? ആ പ്രവൃത്തി കണ്ടിട്ട് ആദമ്യകുലം തോറ്റു തുന്നമ്പാടിയിടത്ത് തൻ്റെ പുത്രൻ ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീരുന്ന ആ കാഴ്ച കണ്ടില്ലേ? തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം തിന്ന് ഒരുവൻ തോറ്റു തുന്നമ്പാടിയപ്പോൾ ആർക്കും സ്വീകരിക്കാനാവാത്ത പാപത്തിന്റെ കൈപ്പുതിർ സ്വയം കുടിച്ചെടുത്തുകൊണ്ട് പറയുക, പിതാവേ, അടിയന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം അത് നിറവേറിക്കൊള്ളട്ടെ. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ രംഗം ഞാനൊന്ന് വിശദീകരിക്കാം. സഹചരി, യെശയ്യാവ് രംഗം ക്രിസ്തുവിന് 650 വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവിൽ കണ്ടു. ക്രൂശിതനായി പിടയുന്ന യേശുവിനെ കണ്ടിട്ട് ആ ദൈവഹൃദയത്തിൻ്റെ വെളിപ്പാടുകൾ പങ്കിട്ടു. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണം, കോമളത്വമില്ല, രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ദൂതഗണങ്ങൾ പാടിപ്പുകഴ്ത്തി ആരാധിച്ചവൻ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്തവനായി, വിരൂപനായി മരണമേറ്റു വാങ്ങുന്ന രംഗം കണ്ട് കടന്നു പോകുന്നവരൊക്കെ
അവന്റെ ക്രൂശിനെ കണ്ടു പരിഹസിച്ചു. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. പെരുവഴി മുഴുവൻ ആളുകൾ നിന്ന് കൂവി വിളിച്ചു. അക്രമാസക്തരായ പടയാളികൾ ആ ശരീരത്തിലേക്ക് വീണ്ടും കുന്തം കുത്തിക്കയറ്റി. എല്ലായിടത്തും പരാജയമെന്ന് ലോകം വിധിയെഴുതിയ ഈ മരണം മനുഷ്യനതിന്റെ അർത്ഥം പിടികിട്ടിയില്ലെങ്കിലും സ്വർഗീയ ജീവികൾ കുനിഞ്ഞു നോക്കിക്കൊണ്ട് ഭൂമിയിൽ നടന്ന ഈ രംഗത്തെ അവരാത്മാവിൽ പ്രകീർത്തിക്കുക. അറുക്കപ്പെട്ട കുഞ്ഞാടേ, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം. ആർക്കാണ് ക്രൂശിന്റെ മഹത്വം മനസ്സിലാക്കിയത്? ഭൂമിയിലെ മനുഷ്യർക്ക് മനസ്സിലാകാൻ കഴിയാതെ പോയപ്പോൾ സ്വർഗീയ ജീവജാലങ്ങൾ പാടുക, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. അകക്കണ്ണ് തുറന്നവനെ ക്രൂശിന്റെ അർത്ഥം പിടികിട്ടു. ഉള്ളം തുറന്നവന് മാത്രമേ ക്രൂശിക്കപ്പെട്ട് പിടഞ്ഞ് മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിണിതഫലമായി സ്വയം യാഗമർപ്പിക്കുന്നവന്റെ മഹിമയും മഹത്വവും മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. എന്തിന് ജയം? ഈ മുദ്ര ബോധിക്കാൻ, ഈ പുസ്തകം തുറക്കാൻ, അത് വായിക്കാൻ അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ജയമെടുത്ത ദൈവ കുഞ്ഞാടായവൻ അറുക്കപ്പെട്ടവനായി നിൽക്കുന്ന കാഴ്ച യോഹന്നാൻ കണ്ടു. അന്നുമ്പ് മൂപ്പൻ യേശുവിനെ പരിചയപ്പെടുത്തിയൊരു പ്രയോഗമുണ്ട്. യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ഈ പുസ്തകവും അതിലെ മുദ്രയും ഭേദിപ്പാൻ ജയം പ്രാപിച്ചു. യോഹന്നാൻ നോക്കിയപ്പോൾ ഈ സിംഹത്തെയല്ല കണ്ടത്, ആടിനെയല്ല, വേരുമല്ല കണ്ടത്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട് രക്തം ചീന്തി നിൽക്കുന്നു. രക്തം ചീന്തി നിൽക്കുന്ന ഈ കുഞ്ഞാടൊരു കാര്യം വെളിവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചെന്നായ്ക്കളുടെ പട്ടത്തിലേക്ക് ഓടിക്കയറിയ ഒരാടും ഇതുവരെ തിരിച്ചു വന്ന ചരിത്രമില്ല. സിംഹമടയിലേക്ക് പോയ ഒരാടും തിരിച്ചു വന്ന ചരിത്രമില്ലെങ്കിൽ, ഇതാ അലറുന്ന സിംഹം പോലെ നടക്കുന്ന പ്രതിയോഗിയുടെ മുമ്പിൽ കടന്നുപോയി ഈ ആട് മാത്രം മുറിവെറ്റ് തിരിച്ചു വന്നതിന്റെ അർത്ഥമെന്താ? അവൻ മുറിവെച്ചത് ഒരു ജയത്തിന്റെ ചിഹ്നമാ. അവന്റെ മുറിവിൽ നൊഴുകുന്ന പുണ്യാക രക്തം, പാപികളുടെ മോചനത്തിന്റെ ദിവ്യ ഔഷധം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവിടെ ഒന്ന് വിശദീകരിക്കാനുണ്ട്. ഈ മുറിവെന്താ? അത് വലിയൊരു അടയാളം. ഞാൻ പറയും ആ അടയാളത്തിൻ്റെ മർമ്മം. സ്വർഗത്തിൽ നമ്മൾ യേശുവിനെ കാണാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്കും എനിക്കും ശ്രദ്ധിച്ചു നോക്കാൻ ഒരിടം അവൻ കാട്ടിത്തരും. അവൻ്റെ മുറിവ്. ഉയർത്തെഴുന്നേറ്റിട്ടും യേശുവിൻ്റെ മുറിവിന് വ്യത്യാസമില്ല. ആ മുറിവ് അവിടെ കാണും. അതാ തോമാച്ചനോട് പറഞ്ഞു, വന്ന് എന്നെ തൊട്ട് നോക്ക്, ഞാൻ തന്നെയാണ്. ഇത് യേശു തന്നെയാണെന്ന് തെളിയിക്കുന്ന ഐഡൻറ്റിറ്റിയാ ഈ മുറിവ്. അല്ലെ പലരും പറയും ഞങ്ങളൊക്കെ കൂടിയാ രക്ഷിച്ചെന്ന്. ഇത്രയും ത്യാഗം സഹിച്ച് സ്വന്തം പ്രാണനെ വച്ചിട്ട് മുറിവെറ്റവൻ ജയാളിയായി വന്നിട്ട് കാട്ടിത്തരിക, ഈ മുറിവ് കണ്ടോ, ഇത് ഞാനാ. തോമസെ സംശയിക്കണ്ട, ഇത് ഞാനാ ആ മുറിവെറ്റവൻ. എന്തിനാണ് ആ മുറിപ്പാട്? പറയാം. എന്താ തേജസ്കരിക്കപ്പെട്ടിട്ടും ആ മുറിപ്പാട് പോകാത്തത്? അതിൻ്റെ കാരണം, ഈ മുറിപ്പാടൊരു തോൽവിയല്ല, അത് ജയമാണ്. ഒരു സൈനിക മേധാവിയുടെ സ്റ്റാർ പോലെയാ യേശുവിന് ഈ മുറിവ്. ആ മുറിവൊരു കാര്യം വെളിപ്പെടുത്തും, നിത്യതയിലും നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് നിന്റെ യോഗ്യതയും കഴിവുമല്ല, ഈ മുറിവാണ് നിന്നെ ഇവിടേക്ക് നയിച്ചത്. ആ പുണ്യാക രക്തമാണ് നിന്നെ ഇവിടേക്ക് നയിച്ചത്. ആ മുറിവിൽ വിലയം പ്രാപിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവത്തിന്റെ പൈതങ്ങളെ, അഭിമാനപുരസരം ഒന്ന് പറയാ, നീയാണ് എൻ്റെ രക്ഷകൻ, നീയാണ് എന്നെ വിടുവിച്ചത്. നിന്റെ രക്തത്തിൽ ഞങ്ങൾക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. ഇന്ന് രാത്രി യോഗം പര്യവസാനിക്കുമ്പോൾ ജയമെടുത്ത ദൈവകുഞ്ഞാടിനെ കാണാ. അവൻ കാൽവരി കൊല്ലമരത്തിലെത്തവാ ജയമെടുക്കുന്ന നമുക്ക് വേണ്ടി. ജീവിതം മുഴുവൻ നീ തോറ്റു തുറ്റം പാടിയ വ്യക്തിയാകാം. ഒരു ജയവും ജീവിതത്തിൽ കിട്ടാതെ സമൂഹം മുഴുവൻ എഴുതിത്തള്ളിയ വിരസത പൂണ്ട മനസ്സോടെയാ നീ കേൾക്കുന്നതെന്ന് കുട്ടിക്കോ എൻ്റെ സ്നേഹിത. അത് പരീക്ഷയാകട്ടെ, ജീവിതമാകട്ടെ, ചെല്ലുന്നിടത്തെല്ലാം അവഹേളനം, ഒരു സന്തോഷമില്ലാത്ത വിധം നിന്റെ നന്മകളെ മുഴുവൻ തകർത്തിട്ട് ഉലകം മുഴുവൻ 100 കൂരമ്പുകൾ കൊണ്ട് നിനക്കെതിരെ വരുമ്പോഴും ഒരു കാര്യം ഉറപ്പാക്കണം, ഒന്നുറപ്പാക്കിക്കൂ,
ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ തോൽവിയുടെ വിധിയെഴുത്തുകൾ ഇന്നു മുതൽ മാറ്റിമറിക്കുന്ന അവൻ്റെ കരമൻ്റെ തലയിൽ വെച്ചാൽ ഞാനൊരു പുതുമനുഷ്യനായി തീരും. ഒരു പുതിയ അനുഭവത്തിലേക്ക് എനിക്കൊന്ന് മടങ്ങി വരാൻ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്കൊരു അനുഗ്രഹത്തിൻ്റെ വഴിയായി തീരും. അതുകൊണ്ട് ആ കരം നീട്ടിയ അവൻ മുദ്രകൾ ഓരോന്ന് പൊട്ടിക്കുന്നേ. ഞാട് മുദ്രകൾ ഒന്ന് പൊട്ടിച്ചു. ഇതൊക്കെ നാളെ നമുക്ക് വിശദാംശങ്ങളിൽ ചർച്ച ചെയ്യാം. ഓരോ മുദ്രയും ഭേദിക്കുമ്പോൾ വരുന്ന കുതിരകളുടെ മർമ്മം, അവ ഉലകത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു, വരാനിരിക്കുന്ന ഭരണകൂടങ്ങൾ എങ്ങനെ പോരടിച്ച് ഈ പ്രപഞ്ചം തകരുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യം എങ്ങനെ യുഗത്തിൽ സ്ഥാപിക്കുന്നു ഇത്യാദി വസ്തുതകൾ നമ്മൾ നാളെ ചർച്ച ചെയ്യും. പക്ഷേ നാളെ യോഗത്തിന് ഞാനോ നിങ്ങളോ ഇവിടെ ഇല്ലാതെ പോയാൽ, നാളത്തെ ദിവസം പ്രവചിക്കാനാവാതെ പോയാൽ ഒന്നുറപ്പാകണം, ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയേ പോകാവൂ. നിന്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിന്, മക്കളുടെ സമാധാനത്തിന്, ആ ജീവിതത്തിൻ്റെ സമാധാനത്തിന് വേണ്ടതൊന്ന് കരുതിപ്പോണമേ. ഈ പന്തലിനുള്ളിൽ, ഈ ഓഡിറ്റോറിയത്തിൽ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഴുവൻ ആളുകളും ആ സമാധാനം കരഗതമാക്കിയവരാകാം. ഒരാളെങ്കിലും യേശുവിനെ കൂടാതുണ്ടെങ്കിൽ ഇതാ പ്രവാചക ശബ്ദം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വെറുമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവം അവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്നേഹിത, ഈ പിടയുന്നവനിൽ സൗഖ്യമുണ്ട്. കുത്തി മുറിവേൽപ്പിച്ച പടയാളിയിൽ സൗഖ്യമില്ല. കല്ലെറിഞ്ഞവനിൽ, പരിഹസിച്ചവനിൽ ചിന്തയില്ല. ഇവനിന്ന് നിന്നെ രക്ഷിക്കാൻ സാധിക്കും. നിന്റെ ജീവിതം ആ കരുണയറ്റ കടലിൻ്റെ മുമ്പിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ. ഒരു പുതുമനുഷ്യനായി, ഒരു പുതുസൃഷ്ടിയായി ഈ സ്ഥലം വിട്ടുപോകാൻ, അല്ലല്ല ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന നിങ്ങൾക്ക് പുത്തൻ അനുഭവത്തോട് ഇവിടം വിട്ടു മടങ്ങാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയവ ചെയ്യട്ടെ. കണ്ണുകളടയ്ക്കാം. ഇന്ന് രാത്രി യോഗം തീരുമ്പോൾ അരുമനാഥ, നീ മുദ്രയും അതിൻ്റെ മാർമിക സത്യങ്ങളും ഭേദിപ്പാൻ ജയം പ്രാപിച്ചവൻ, അതിൻ്റെ ആഴങ്ങളിലേക്ക് അടുത്ത ഘട്ടം നാം സഞ്ചരിക്കുമ്പോൾ ഒന്നുറപ്പാക്കണം, കേവലം വചനം കെട്ടു പോകുന്നു എന്നതിനപ്പുറത്ത് അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന് വിടുതലും അഭിവൃദ്ധിയുമായി അത്യുന്നതൻ വലിയവ ചെയ്യട്ടെ. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യ വസിക്കട്ടെ. എല്ലാ കണ്ണുകളും, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രപ്പെട്ട് പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ ഇവിടെ തുടരുമ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ കർത്തൃത്വന്മാർ ക്രമപ്പെടുത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.